നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചിത്രം പൂർണ്ണമായി തെളിഞ്ഞപ്പോൾ 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. കെ.സി. വേണുഗോപാൽ ഉയർത്തിവിട്ട പെൻഷൻ കൈക്കൂലി പരാമർശം ഇപ്പോൾ LDF ഏറ്റെടുത്തിരിക്കുകയാണ്. UDF വരുത്തിയ കുടിശ്ശികയുടെ വലിയ കണക്കുകൾ അവർ ചൂണ്ടിക്കാട്ടുന്നു. ചോദ്യങ്ങൾക്ക് മറുപടി പറയണം എന്നാവശ്യപ്പെടുന്നു. പെൻഷൻ കൈക്കൂലി വിവാദം കൂടാതെ മലപ്പുറം പരാമർശം, ദേശീയപാത വിവാദം, ഏറ്റവും ഒടുവിൽ അവധി വിവാദം. LDF UDF പ്രചാരണം ഈ നിലയ്ക്കാണ്. PV അൻവറും NDA സ്ഥാനാർത്ഥിയും ശക്തമായി തന്നെ മത്സരരംഗത്തുണ്ട്. മണ്ഡലത്തിന്റെ വികസനവും നിലമ്പൂർ ജനത നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളും പോലും വിസ്മരിക്കപ്പെടുന്ന രീതിയിലായി മാറിയോ പ്രചാരണം? ഇന്നേക്ക് 13ാം നാൾ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ വിവാദങ്ങൾ വോട്ടാകുമോ? ഇതാണ് ഇന്ന് എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നത്. സ്വാഗതം പ്രേക്ഷകർ. എൻകൗണ്ടർ പ്രൈമിൽ ഇന്നത്തെ അതിഥികൾ ശ്രീ രാജു പി നായർ, കോൺഗ്രസ് പ്രതിനിധി, അഡ്വക്കേറ്റ് K. അനിൽകുമാർ, CPIM പ്രതിനിധി, സജി മഞ്ഞക്കടമ്പിൽ, തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി, ഒപ്പം ശ്രീ PR ശിവശങ്കർ, BJP പ്രതിനിധി എന്നിവരാണ്. ആദ്യം ശ്രീ രാജു പി നായർ, ഈ ക്ഷേമ പെൻഷൻ കൈക്കൂലി വിവാദം എന്നുള്ളത് K.C. വേണുഗോപാൽ UDF കൺവെൻഷന് നടത്തിയ ഒരു പരാമർശമാണ്. അത് വലിയ വിവാദമായി മാറുന്നു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം, ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഒരു നെടുനീളൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതിൽ കുറേ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. കുറേ ചോദ്യങ്ങളുമുണ്ട് അതിൽ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വരുത്തിയ കുടിശ്ശിക, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, ഇനി ഈ കുടിശ്ശിക കൊടുത്തതിന് ശേഷമേ താൻ ശമ്പളം വാങ്ങൂ, എല്ലാ മാസവും ക്ഷേമ പെൻഷൻ നൽകിയ ശേഷമേ ശമ്പളം വാങ്ങൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ് 2015 ഡിസംബർ 23 ക്യാബിനറ്റ് കഴിഞ്ഞുള്ള വാർത്താ സമ്മേളനം, അതിനുശേഷം പറഞ്ഞ കാര്യം. പിന്നീട് എന്താണ് സംഭവിച്ചത്, എത്ര കുടിശ്ശികയായി നൽകിയിട്ടുണ്ട് എന്ന കാര്യം, MK മുനീർ നിയമസഭയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, അതിൽ ഉമ്മൻചാണ്ടി പറഞ്ഞതുമായി വൈരുദ്ധ്യം, ഇങ്ങനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, ഒപ്പം തപാൽ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിലെന്താണ് സംഭവിച്ചത്, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ക്ലാരിറ്റിയോടെ അതിന് മറുപടി വേണമെന്ന് ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് ആ വിവാദം എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നിലമ്പൂർ എന്നുള്ളതിലെ നമ്മൾ പ്രാദേശികമായ അല്ലെങ്കിൽ ഒരു ലോക്കലൈസ്ഡ് വിഷയം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കൊണ്ടുചെന്ന് നിങ്ങൾ തന്നെ ഒരു വടി ഇട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് തന്നെ ബൂമറാങ് ആവുന്ന അവസ്ഥയിലേക്കായി മാറിയോ കാര്യങ്ങൾ? ഞങ്ങൾക്കൊരു വടിയില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ചർച്ചയിലേക്ക് തന്നെയാണ് വരുന്നത്. ആഗ്രഹിക്കുന്ന ചർച്ചയിലേക്ക് തന്നെ. തോമസ് ഐസക്ക് നെടുനീളൻ പോസ്റ്റ് ഒന്നും ഇടണ്ട. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ എഴുതുന്നത് വെറുതെ അക്ഷരം നോക്കി വായിക്കുക മാത്രമാണ് ചെയ്തിരുന്നതെങ്കിൽ അദ്ദേഹം M. സ്വരാജ്, ഇപ്പോഴത്തെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, അദ്ദേഹം കൊടുത്തിരിക്കുന്ന മറുപടി 2017 അദ്ദേഹം കൊടുത്ത മറുപടി ഒന്ന് വായിച്ചു നോക്കിയാൽ, അന്ന് വെറുതെ ഉദ്യോഗസ്ഥർ എഴുതി കൊടുത്തത് നോക്കി വായിക്കുക മാത്രമാണ് ചെയ്തതെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ ആരോപണം എനിക്കില്ല. അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് വായിച്ചാൽ മതി. പിന്നെ അതിനു മുമ്പ് MK മുനീറിന് തദ്ദേശ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത ഒരു മറുപടിയാണ് ഇവർ പറയുന്നത്. അന്ന് ആ സമയത്ത് 6 മാസത്തോളം കുടിശ്ശിക ചിലതിലുണ്ടായിരുന്നു എന്നുള്ളത് ഒരു കാര്യമായിട്ട് പറയുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷനുകളുമായിട്ട് ബന്ധപ്പെട്ട, അതിനകത്ത് 6 മാസത്തെ കുടിശ്ശിക ഉണ്ടെന്നുള്ളതും, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ, അതായത് കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ 10 മാസം കുടിശ്ശിക ഉണ്ടെന്നുള്ളതായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് CPM-ന്റെ ആൾക്കാരെല്ലാവരും വന്ന് മുനീർ പറഞ്ഞതിൽ 8 ഉള്ളൂ, 2 വിരൽ മടക്കാൻ മറന്നുപോയതാകാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ വിശദമായി പോകണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നമുക്ക് അതിനുള്ള സമയമില്ല. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഇത്തരം വിശദാംശത്തിലേക്ക് അന്നത്തെ ധനകാര്യമന്ത്രി ചില കാര്യങ്ങൾ കണക്കുകൾ സഹിതം ചൂണ്ടിക്കാട്ടുന്ന തലത്തിലേക്ക് അത് എത്തിച്ചേർന്നിരിക്കുന്നു. K.C. വേണുഗോപാൽ ഒരുപക്ഷെ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ച് കാണില്ല എന്നുള്ള എന്റെ സംശയം ഞാൻ ഉന്നയിക്കുകയായിരുന്നു. രാജു പി നായർ, അല്ല, K.C. വേണുഗോപാൽ പ്രതീക്ഷിച്ചോ ഇല്ലയോ, അല്ലെങ്കിൽ ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ഇതാണോ എന്നല്ല. പക്ഷേ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. നോക്കൂ, അങ്ങ് തന്നെ പറഞ്ഞ പോലെ മുനീറിന് കൊടുത്ത മറുപടി പോലും ഇപ്പം അവർ കോട്ട് ചെയ്യുന്നതാണ്. അതിൽ പോലും ക്ഷേമ ബോർഡ് പെൻഷൻ എന്ന് വെച്ചാൽ അംശാദായം മേടിച്ച് അടയ്ക്കുന്നവരുടെ പെൻഷൻ 10 മാസം പെൻഡിങ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിനകത്ത്, ഇല്ലേ? ഇപ്പം എത്ര മാസം പെൻഡിങ്? 20 മാസത്തിന് മേലെ കെട്ടിട നിർമ്മാണി, കർഷക തൊഴിലാളി, തയ്യൽ തൊഴിലാളി, ചെത്തു തൊഴിലാളി മുതൽ മുഴുവൻ ക്ഷേമ പെൻഷനുകളും കുടിശ്ശികയല്ലേ?
2,500 കോടി രൂപ ആ ക്ഷേമ ബോർഡുകളിൽ നിന്ന് ഈ സർക്കാർ എടുത്തുകൊണ്ട് പോയില്ലേ പെൻഷൻ? ആരുടെയാ? ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികൾ അവരുടെ അംശം അടയ്ക്കുന്ന ആ പണത്തിൽ നിന്ന് 2,500 കോടി സർക്കാർ എടുത്തുകൊണ്ട് പോയിട്ട് ആ പാവപ്പെട്ട മനുഷ്യർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല ഇല്ലേ? പിന്നെ ഇത് കഴിഞ്ഞ് രണ്ടാമത് വന്നത് എന്താ? ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യമാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നൈതികത കൊണ്ട് പറഞ്ഞിരിക്കട്ടെ. ഉമ്മൻചാണ്ടി ആ ഭരണം വിട്ടൊഴിയുമ്പോൾ എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത്? ഒരു പക്ഷേ എൻ്റെ ബഹുമാനായ സുഹൃത്ത് CPM പ്രതിനിധിയും പറയാൻ പോകുന്നത് തന്നെയായിരിക്കും. ഉമ്മൻചാണ്ടി അധികാരം വിട്ടൊഴിയുമ്പോൾ 18 മാസത്തെ പെൻഷൻ ഉണ്ടായിരുന്നുള്ളതും പിണറായി വിജയൻ വന്നതിനു ശേഷമാണ് ആ പെൻഷൻ കൊടുത്തു തീർത്തതെന്നല്ലേ ഇവർ പറയുന്നത്. അത് തെറ്റാണെന്ന് M സ്വരാജിന് തോമസ് ഐസക്ക് കൊടുത്ത മറുപടി തന്നെ നിയമസഭയിലുണ്ട്. ഇനി അദ്ദേഹം ഒന്നുകൂടി നോക്കൂ, ധവളപത്രം ഇറക്കി. ഈ 2014 പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ധവളപത്രം ഇറക്കി. ആ ധവളപത്രത്തിനകത്ത് എന്താ പറയുന്നത്? 838 കോടി മാത്രമാണ് അത് കൊടുക്കാനുണ്ടായിരുന്ന കുടിശ്ശിക എന്നുള്ളതല്ലേ പറയുന്നത്. ആ 838 കോടി രൂപയാണെങ്കിൽ 18 മാസം 600 രൂപ വെച്ച് 35 ലക്ഷം പേർക്ക് ആ പണം കൊടുക്കാൻ കുടിശ്ശികയുണ്ടായിരുന്നെങ്കിൽ 4,200 കോടിക്ക് മേലെ വേണ്ടായിരുന്നോ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ? അപ്പം 4,200 കോടി വേണ്ടെടുത്ത് ധവളപത്രത്തിൽ തന്നെ ഈ സർക്കാർ പിണറായി 2016 സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 800 ചില്ലാനും കോടിയാണ് ആ കുടിശ്ശികയായി കൊടുത്തു തീർത്തേക്കെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ തോമസ് ഐസക്കിന്റെ മറുപടി ഞങ്ങൾ പറയണ്ട. അദ്ദേഹത്തിന്റെ സമയത്തുള്ള ധവളപത്രം, അദ്ദേഹം M സ്വരാജിന് നിയമസഭയിൽ കൊടുത്ത മറുപടി, M മുനീറിന് കൊടുത്തിരിക്കുന്ന മറുപടി എല്ലാം കൂടി എടുത്തു വായിച്ചിട്ട് സ്വയം ബോധ്യപ്പെട്ടാൽ മതി. ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തെ സംബന്ധിച്ച് ബോധ്യമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഈ പെൻഷൻ നിഷേധിക്കുന്നതാണ് ചർച്ച ചെയ്യപ്പെടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതുകൂടാതെ മറ്റതും ചർച്ച ചെയ്യപ്പെടും, ദേശീയപാത ഉൾപ്പെടെ. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാം. എനിക്ക് ദേശീയപാത ഞങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ പിണറായി വിജയൻ ഉണ്ടാക്കുന്ന ദേശീയപാതയെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ലായിരുന്നു. അതുണ്ടായിരുന്നത് പിണറായി വിജയനും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിനുമാണ്. അത് തകർന്നിരിക്കുന്നു. ഞാനൊരൊറ്റ കാര്യം പറയുന്നു. UDFന്റെ ഖണ്ഡിതമായ നിലപാടും UDF ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിനകത്ത് അദാനിക്ക് കരാർ കൊടുത്തതുൾപ്പെടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി ഈ ഇതിൽ നടന്നിട്ടുണ്ട്. ഈ നിർമ്മാണത്തിൽ ഡിസൈൻ ഉള്ള പ്രശ്നം കൊണ്ട്, ഇതിനകത്ത് DPR ഇല്ലാതിരുന്നുകൊണ്ട്, ഇതിന് കൃത്യമായി മേൽനോട്ടം നയിക്കാൻ കഴിയാത്തതുകൊണ്ട് അശാസ്ത്രീയമായിരുന്നു ഈ നിർമ്മാണം. അത് NHAI പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുമുണ്ട്. ആ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം ഈ നാട്ടിലെ പല ജനങ്ങളുടെയും അവരുടെ വീടുകളിലേക്കും അവരുടെ കൃഷിയിടങ്ങളിലേക്കും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നു, വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ നമ്മുടെ പരിസ്ഥിതിയെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിലുണ്ടായി. അത് തകർന്നു വീണു. ഭാഗ്യവശാൽ ആ സമയത്ത് അധികം വാഹനങ്ങളില്ലാത്തതുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടില്ല. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം, UDF ഖണ്ഡിതമായിട്ട് ആവശ്യപ്പെടുന്നു ഈ നടന്നിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച്, അഴിമതിയെ സംബന്ധിച്ച് CBI അന്വേഷണം വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ബഹുമാനായ CPMന്റെ പ്രതിനിധി അടുത്ത ഘട്ടത്തിൽ കേരള സർക്കാരിൻ്റെ നിലപാട് എന്താണ്? നിങ്ങൾ CBI അന്വേഷണത്തിന് അനുകൂലമാണോ, അതോ ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണമാണോ, അതോ CAGയുടെ അന്വേഷണമാണോ? ഏത് അന്വേഷണമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? നിങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് നരേന്ദ്രമോദിയെ ഭയക്കുന്നത് കൊണ്ടാണോ ഇത്രമാത്രം കേരളത്തിൽ വലിയ ധൂർത്തും അഴിമതിയുമായിട്ട് നടന്ന അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ ഒരു അന്വേഷണം പോലും വേണം എന്ന് പറയാൻ കഴിയാത്തത് നിങ്ങൾ RSSന്റെ ആജ്ഞാനുവർത്തികളായതുകൊണ്ടാണോ? ഇത് കൃത്യമായിട്ട് മറ്റു പല കാര്യങ്ങളിലേക്കും പോകാതെ എന്തുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെടുന്നില്ല എന്ന് CPMന്റെ പ്രതിനിധി വ്യക്തമാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം ഇപ്പോൾ നമുക്കിപ്പം എത്തിച്ചേർന്നിട്ടില്ല, അല്പസമയത്തിനകം എത്തിച്ചേരുകയും ചെയ്യും. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ PR ശിവശങ്കർ, ഇപ്പോൾ ഈ വിഷയങ്ങൾ ആവർത്തിക്കേണ്ടി വരും. ഈ വിഷയങ്ങൾ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ദേശീയപാത അതൊരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് UDF. അതിലൊരു അന്വേഷണം വേണമെന്ന് പറയുന്നു. നമുക്കറിയാം കൂരിയാട് എന്നൊക്കെയുള്ളത് ഈ പ്രദേശത്തെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ടുന്ന ഇടം തന്നെയാണ് എന്നതും താങ്കൾക്കറിയാവുന്നതാണ്. അത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി അവർ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഈ ദേശീയപാത NH-66 നിർമ്മാണത്തിൽ ഇപ്പോൾ പലയിടങ്ങളിലായി കണ്ടിട്ടുള്ള അപാകതകളെല്ലാം ചൂണ്ടിക്കാട്ടപ്പെടുകയും അതിൽ വന്നിരിക്കുന്ന അപാകതകൾ എന്ത്, അതിലുള്ള ഉത്തരവാദിത്തം ആർക്ക്, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിലൊരു വിഷയമായി വരികയാണ്. ഒരു പക്ഷേ ഒരു വൈഡായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, പക്ഷേ അത് ഒരു വലിയ വിഷയമായി വരികയാണ്. ഇത് നിങ്ങളെ പ്രതികൂട്ടിലാക്കുന്ന തരത്തിലേക്ക് ഈ പ്രചാരണം കടക്കുമെന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടോ? നിങ്ങൾക്കിത് തിരിച്ചടിയാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അഡ്വക്കേറ്റ് PR ശിവശങ്കർ?
ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് രാജു പി നായർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള പൂർണ്ണമായ ഗ്രാഹ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ച് CPM-നെയോ അല്ലെങ്കിൽ BJP-യെയോ പ്രതിരോധത്തിൽ നിർത്താമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ വിശ്വസിക്കുന്നതും. ഒരു കാര്യം ഉറപ്പാണ്, സംസ്ഥാനത്തെ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിയമമേഖലയായിട്ട് ബന്ധപ്പെട്ടോ അതിൽ വരുന്ന അഴിമതിയിൽ CBI അന്വേഷണം എവിടെയാണ് നടക്കുന്നതിനെക്കുറിച്ച് ഉള്ള ഒരു ബേസിക് നോളജുള്ള ആർക്കും മനസ്സിലാവും. ഇതിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരിന് സാമ്പത്തിക നഷ്ടം ഇല്ല എന്നുള്ള ഒരു കണക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് കേന്ദ്രം അല്ലെങ്കിൽ സംസ്ഥാനം ഏത് കൺസ്ട്രക്ഷനായാലും അത് തീർന്ന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ മാത്രമേ അതിനുള്ള ഫണ്ട് കൊടുക്കുകയുള്ളൂ. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്താലും ഈ സംസ്ഥാനത്തെ നാഷണൽ ഹൈവേക്ക്, സംസ്ഥാനത്തെ രാജ്യത്തെമ്പാടുമുള്ള നാഷണൽ ഹൈവേക്ക് 5 ഇയർ ഗ്യാരണ്ടി പീരീഡും കൂടിയുണ്ട്. ആ പീരീഡിൽ ഉണ്ടാകുന്ന കൺസ്ട്രക്ഷനിലുണ്ടാകുന്ന നഷ്ടത്തിനും അതുപോലെ നാച്ചുറൽ കലാമിറ്റിയിൽ കൂടെ ഉണ്ടാകുന്ന നഷ്ടത്തിന് പോലും ആ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന കമ്പനിക്കാണ് ഉത്തരവാദിത്തം. അവരുടെ അത്തരം എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് ബാങ്ക് ഗ്യാരണ്ടി മേടിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് അത് പിടിക്കുകയും ചെയ്യും. അപ്പോൾ സത്യത്തിൽ ഇവിടെ സമയനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണേൽ പറയാം. ഒരു പക്ഷേ ഇത് ഗഡ്കരി പറഞ്ഞതുപോലെ അടുത്ത വർഷം തീർന്നില്ലെങ്കിൽ, പക്ഷേ ഇവിടെ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഫണ്ടിൻ്റെ അലോക്കേഷൻ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ കൊടുത്തേക്കണ ഫണ്ടിനും ബാങ്ക് ഗ്യാരണ്ടി ഉണ്ട് എന്നതുകൂടി മനസ്സിലാക്കണം. അല്ലെങ്കിൽ DPR ഈ സാമ്പത്തിക നഷ്ടം എന്നൊക്കെയുള്ളത് മാറ്റിവെച്ചാൽ ഇത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്, ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന പ്രശ്നമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ആ പ്രദേശത്തൊക്കെ ഇത് മണ്ണ് ഇടിഞ്ഞു വീണതും ആ വിള്ളൽ രൂപപ്പെട്ടതുമൊക്കെ അത് എന്തോ അത്ഭുതത്തിനാണ് വലിയൊരു അപകടം ഉണ്ടാകാതെ പോയത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലേക്കാണ് ഈ നിർമ്മാണ പ്രവൃത്തികൾ നടന്നിട്ടുള്ളത്, അവിടെ എന്ത് പഠനമാണ് നടന്നത്, വയഡക്റ്റ് രീതിയിൽ നടക്കേണ്ടത് അതങ്ങനെ അല്ലാതെ നടക്കുന്നതിനുള്ള ഉത്തരവാദി ആരാണ്, ഒപ്പം ഈ കരാർ നൽകിയതിലും ഉപകരാർ നൽകിയതിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടണം എന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് ഈ പ്രതിപക്ഷം ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. ശിവശങ്കർ, അത് പ്രതിപക്ഷം മാത്രമല്ല, ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവിടെ അത്തരം DPR 1ഉം DPR 2ഉം ഉണ്ടായിട്ട് DPR 3യിലേക്ക് എന്തുകൊണ്ടാണ് പോയത്? സുരേഷ് ഗോപി അക്കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഞാൻ സമയം ഉണ്ടെങ്കിൽ ഞാനത് പറയട്ടോ. ഇതെല്ലാം മറ്റുള്ള കാര്യത്തിലേക്ക് മാറ്റുന്നു എന്നുള്ളതുകൊണ്ടാണ്. DPR 3യിലേക്ക് എന്തുകൊണ്ടാണ് വന്നത്? വയഡക്റ്റ് വേണമോ? അവിടെ എന്തുകൊണ്ട് അത്തരത്തിലുള്ള മണ്ണടിക്കാനുള്ള കോൺട്രാക്ട് ആർക്കാണ് കിട്ടിയത്? അതാരാണ് നിർബന്ധിച്ച് മേടിച്ചത്? അതിനുള്ള ലാഭം ആർക്കാണ് കിട്ടിയത്? ഇതെല്ലാം വരട്ടെ, അന്വേഷണം വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. CBI അന്വേഷണം വരാൻ ടെക്നിക്കലി പ്രശ്നമുണ്ടെങ്കിലും അത് വരണമെന്ന് എൻ്റെ ആഗ്രഹം. വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കള്ളത്തരം പുറത്തേക്ക് വരും. എങ്ങനെയാണ് ഇത് ചില കമ്പനികൾക്ക് കിട്ടിയത്, എങ്ങനെയാണ് മണ്ണടിച്ചതെന്നൊക്കെ പുറത്തേക്ക് വരും. അത് വരട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത് ജനങ്ങൾക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും നഷ്ടമുണ്ടായിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ ചേർന്നിട്ട് അന്വേഷണം വയ്ക്കുകയോ അതല്ലെങ്കിൽ അവിടുത്തെ കമ്പനികളിൽ നിന്ന് വാങ്ങിക്കുകയോ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അത് ഡയറക്റ്റായിട്ട് കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ നഷ്ടം വരുന്നില്ല. അവിടെ കൺസ്ട്രക്ഷനിൽ അപാകത ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയവുമില്ല. അത്തരം അപാകതകൾ മാറ്റിപ്പോകണം. അതിനാണ് കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിന് മറ്റു രീതിയിലുള്ള, ഇപ്പോൾ ഈ ശ്രീധരൻ സാറിനെ പോലുള്ള ആളുകൾ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും പുതിയ തരം ടെക്നോളജി ഉപയോഗിക്കുകയോ അതിൻ്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ് മാറ്റുകയോ DPR തന്നെ മാറ്റുകയോ അതിൻ്റെ ലൊക്കേഷൻ മാറ്റുകയോ ചെയ്യണമെങ്കിൽ ചെയ്യണം എന്ന അഭിപ്രായം തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും BJPക്കും ഉള്ളത്, ഒരു സംശയമില്ല. ഞാൻ മറ്റു കാര്യങ്ങൾ പറയട്ടെ. ഇവിടെ ഇത് മാത്രമല്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഈ കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മറ്റു പല കാര്യങ്ങളുണ്ട് ഇതിൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വന്യജീവി സംരക്ഷണ നിയമമായിട്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ മറ്റൊരു ആരോപണവും കൂടി വരുന്നത്. മനുഷ്യനും അതുപോലെ തന്നെ കൃഷിനാശത്തിനും, മനുഷ്യൻ്റെ ജീവനും കൃഷിനാശത്തിനും നഷ്ടം വരുന്ന, ജീവഹാനി വരുന്ന കാര്യങ്ങൾ അവിടെ അത്തരത്തിലുള്ള വന്യജീവി സംരക്ഷണ നിയമത്തിൽ 11(1)(a)യും അല്ലെങ്കിൽ 11(1)(a)(b)യും പ്രകാരമുള്ള പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ മനുഷ്യജീവന് ഹാനികരമായിട്ടുള്ള വന്യജീവികൾ, ഷെഡ്യൂൾ 1ലും 2ലും പെട്ട വന്യജീവികളെ വേട്ടയാടുവാനോ കൃഷിക്ക് നഷ്ടം വരുന്നവളെ കൊല്ലുവാനോ ഉള്ള നിയമം, ആ നിയമത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അത് ഈ ഷെഡ്യൂൾ 11(1)(a)യിലും 1(b)യിലും പ്രകാരം സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്മാർക്ക് ഇതിനെ കൊല്ലുവാനോ വേട്ടയാടുവാനുള്ള അവകാശം നൽകുവാനുള്ള നിയമം കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിട്ടില്ല. 1972 നിയമപ്രകാരം അത് 2024 സെപ്റ്റംബർ 2-നും 2025 ഏപ്രിൽ 8-നും രേഖാമൂലം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് അതിൻ്റെ രേഖയുണ്ട്. അത് 2025 മാർച്ച് 12 ശൂന്യവേളയിൽ വെച്ച് സംസ്ഥാനത്തെ MP-മാർ കേന്ദ്രത്തിൽ ചോദിച്ചപ്പോൾ കേന്ദ്രത്തിലെ വനവകുപ്പ് മന്ത്രി അദ്ദേഹം കൃത്യമായി ഇത് പാർലമെൻറ്റിൽ റിപ്പോർട്ടും ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടും സംസ്ഥാനത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ അന്ധരായ ഇടത് കോൺഗ്രസ് MP-മാരും അവിടുത്തെ
വക്താക്കളും എന്തിനാണ് ഇത്തരം വലിച്ചൊടിക്കുന്നത്? അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഇത്തരം വേട്ടയാടപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ഒരു മൃഗങ്ങളെ അല്ലെങ്കിൽ തീരുമാനമുണ്ടാകണം, അതിൽ മാറ്റമുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ തന്നെ കേന്ദ്രത്തെ സമീപിച്ചിരിക്കുകയാണെന്ന് താങ്കൾക്കറിയാവുന്നതാണല്ലോ. അങ്ങനെ ഒരു അധികാരമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കില്ല. വളരെ നിർണായകമായ ഒരു നീക്കമാണല്ലോ സർക്കാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ളത്. ശിവശങ്കർ, അനുജ, ഞാൻ അതിനെ പറഞ്ഞ 2025 ഏപ്രിൽ 3 ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഓഫ് ജനറൽ ഫോറസ്റ്റ് സംസ്ഥാന സർക്കാരിന് അയച്ച കത്തിൻ്റെ കോപ്പി ഇങ്ങോട്ട് താ. എൻ്റെ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഇല്ല എങ്കിൽ, അയച്ച കത്തില്ല എങ്കിൽ ഇവിടെ അനിൽ വരുമ്പോൾ ആ കത്ത് അങ്ങനെ കത്ത് ഇല്ല എങ്കിൽ ഞാൻ കത്തയച്ച് കാണിച്ചു തരാം, ആ കത്തിൻ്റെ കോപ്പി തരാം. അപ്പോൾ ഇതിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവരെന്ത് തെറ്റായി പറയാണ്. ഇനി ഇത് പോട്ടെ, അടുത്ത കാര്യം ഞാൻ പറഞ്ഞുതരാം. സംസ്ഥാനത്ത് ഇപ്പോൾ കാട്ടുപന്നിയുടെ പ്രശ്നം, അതുപോലെ തന്നെ കാട്ടാനയുടെ പ്രശ്നമുണ്ടല്ലോ. കാട്ടാന പ്രശ്നത്തിൽ കാട്ടിലെ ആനകളെ പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് സംസ്ഥാനത്ത് ഹൈക്കോടതിയിലുള്ള കേസിൽ സംസ്ഥാനത്തെ ഹൈക്കോടതിയിൽ ഈ സംസ്ഥാന സർക്കാർ നൽകിയ അഫിഡവിറ്റ് എന്താ? പിടിക്കരുതെന്നല്ലേ? കേന്ദ്ര സർക്കാർ മറ്റു സംസ്ഥാനങ്ങൾക്ക് പിടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കേരളത്തിൽ മാത്രം പിടിക്കരുതെന്നുള്ളൊരു അഫിഡവിറ്റ് നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഈ കാട്ടാന ശല്യം ഉണ്ടാകുന്ന പ്രശ്നം എങ്ങനെ വരുന്നു? ഇനി ഇത് രണ്ടും മാറ്റിവെക്ക്. ഇനിയൊരു തർക്കത്തിന് നിങ്ങൾ അനുജ അന്വേഷിക്കൂ. ഈ സംസ്ഥാനത്ത് ഈ വന്യമൃഗങ്ങളുടെ അറ്റാക്കിൽ പെട്ടിട്ട് മരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ കൊടുക്കുന്നത് 10 ലക്ഷം രൂപയല്ലേ? ആ 10 ലക്ഷം രൂപ എങ്ങനെയാണ് കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാർ 10 ലക്ഷം രൂപ നൽകുന്നില്ലേ? സംസ്ഥാന സർക്കാർ ഇത് കുറച്ച് നാളായിട്ട് തോന്നുന്നു, ഒരു കഴിഞ്ഞ 2 വർഷമായിട്ടാണെന്ന് തോന്നുന്നു 10 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ 10 ലക്ഷം രൂപ അതിന് മുമ്പുള്ളതുണ്ടല്ലോ. 4 ലക്ഷം രൂപ സംസ്ഥാനത്തെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അവരുടെ നിന്ന് 4 ലക്ഷം രൂപ, സംസ്ഥാനത്തെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം 1 ലക്ഷം രൂപ, 25 ലക്ഷം രൂപ കൊടുക്കാൻ ആർക്കാ ബുദ്ധിമുട്ട്? എന്തുകൊണ്ടാണ് അത് വെറും 10 ലക്ഷം രൂപയായത്? സംസ്ഥാന സർക്കാർ ഇതുവരെ നൽകിയിരുന്ന പണം മാറ്റിവെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പണം അത് 1-2 മാസത്തിനകം വരുമ്പോൾ ആ പണം മാത്രം നൽകി സംസ്ഥാന സർക്കാർ എന്തിനാണ് ഈ കർഷകരെ ചൂഷണം ചെയ്യുന്നത്? ഈ കണക്കുകളൊക്കെ ജനങ്ങളുടെ മുന്നിലില്ലേ അനുജ? ഇതല്ലേ ജനങ്ങൾ അന്വേഷിക്കുന്നത്? ഇത് ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ അല്ലാണ്ട് അൻവർ പറയുന്ന രാഷ്ട്രീയമോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും കൊടി വെച്ച ഏതെങ്കിലും രാജ്ഭവനിൽ കൊടി മുൻവെച്ചോ ഫോട്ടോ വെച്ചോ എന്നുള്ളതല്ലല്ലോ ചർച്ച. അത് ചർച്ച ചെയ്യേണ്ടത് അവിടുത്തെ സാധാരണ കർഷകർ, കുടിയേറ്റ കർഷകർ, അവർക്ക് വന്യജീവികളിൽ നിന്ന് സംരക്ഷണം നേടണം. അവർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റണം. അത്തരം കാര്യങ്ങളല്ലേ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ സംസ്ഥാനത്ത് വികസനത്തിൻ്റെ കാര്യം നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ പറഞ്ഞു വരുന്നപ്പോൾ ഈ വന്യജീവി പ്രശ്നം എന്നുള്ളതിൽ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ശ്രീ PR ശിവശങ്കർ. ഈ വന്യജീവി പ്രശ്നം എന്നുള്ളതിൽ കേന്ദ്രം പൂർണ്ണമായി അധികാരം കൈമാറിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്. ഇനി അത് കേന്ദ്രത്തിന് മേൽ പഴി ചാരേണ്ടതില്ല. ഇനി പൂർണ്ണമായി എന്ത് ചെയ്യണം എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് നിശ്ചയിക്കാം. ഇതാണ് താങ്കൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് അല്ലേ? നിലമ്പൂരിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ അത്. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതെ, നിലമ്പൂരിലെ പ്രധാന പ്രശ്നപ്പെട്ടതിൻ്റെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അവിടെ വന്യമൃഗജീവികളെ വെടിവെച്ച് കൊല്ലുവാനായിട്ട് സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് വാർഡിന് അവകാശമുണ്ട് എന്ന് 2 രീതിയിലും പാർലമെൻറ്റിലും അതേപോലെ തന്നെ 2 പ്രാവശ്യം 2024 സെപ്റ്റംബർ 2-നും 2025 ഏപ്രിൽ 8-നും നൽകിയ മറുപടിയുടെ കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ വന്യജീവിയിൽപ്പെട്ട് മരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന പണം, 2 ആനകളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കൊടുത്ത അഫിഡവിറ്റ്. ഇതുപോലെ തന്നെയാണല്ലോ വികസനത്തിൻ്റെ കാര്യത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ നയം. ഈ വിദ്യാഭ്യാസ നയത്തിൽ എങ്ങനെയാണ് ഈ മലപ്പുറം ജില്ല രൂപീകരിച്ചിട്ട് പോലും അവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് SNDP ട്രസ്റ്റിന് അവിടെ 100 എയ്ഡഡ് സ്കൂളുകളുള്ള സ്ഥലത്ത് എന്തുകൊണ്ടാണ് അവർക്ക് ഒരൊറ്റ സ്കൂൾ പോലും ഇല്ലാതായത്? ആ കണക്കുകൾ പറയുമ്പോൾ ആരാണ് ഇത്ര വിഷമിക്കുന്നത്? 100 എയ്ഡഡ് സ്കൂളുകളുണ്ട്, SNDPക്ക് ഒരൊറ്റ സ്കൂളില്ല. പെരിന്തൽമണ്ണയിൽ ഒരു സ്വാശ്രയ കോളേജ് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ തന്നെ 7,277 എയ്ഡഡ് സ്കൂളുകൾ ഉള്ളിടത്ത് അത് ആവർത്തിക്കുകയല്ല, യഥാർത്ഥ കണക്കുകൾ പറഞ്ഞതാണ്. അത് അദ്ദേഹവും പറഞ്ഞു, ഞാനും പറയുന്നു. അപ്പോൾ ഏതാണ്ട് 9 ലക്ഷം കുട്ടികൾ പഠിക്കുന്നിടത്ത് വെറും 10,000 കുട്ടികളാണ് ഇത്തരത്തിലുള്ള സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പിന്നോക്ക വിഭാഗത്തിന് അത് ദളിത്. ഈ ഇരുമുന്നണികളും വർഷങ്ങളായി മലപ്പുറം ജില്ലയിലെ ഒരു പ്രത്യേക വിഭാഗത്തിനെ മാത്രം പാലൂട്ടി വളർത്തുന്നതിൻ്റെയും അവർക്ക് മാത്രം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും കാരണമാണ്. ഞാൻ അവരുടെ കണക്കുകൾ പറയുന്നില്ല. പക്ഷേ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ നീതി ലഭിക്കുന്നില്ല. അത് കൃത്യമായി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ജാതി നിർണയിച്ച് അവിടെ ഒരു ഭൂമി സർവേ നടത്തട്ടെ. ആർക്കാണ് അവരുടെ ഭൂമിയുടെ നിർണയാവകാശമെന്നും ഭൂമിയുടെ ഉടമസ്ഥാവകാശമെന്നും സർവേ നടത്താൻ തയ്യാറുണ്ടോ? അപ്പോൾ ഒരു വിഭാഗം പൂർണ്ണമായി അവഗണിക്കുന്നു, കർഷകരെ അവഗണിക്കുന്നു, കുടിയേറ്റ കർഷകരെ അവഗണിക്കുന്നു, ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ. അത് എല്ലാ കാര്യത്തിലും, അത് സാമ്പത്തികമായ കാര്യത്തിലായാലും വിദ്യാഭ്യാസത്തിലായാലും അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് ഇരു മുന്നണികൾക്കും പൂർണ്ണമായി തുല്യമായുള്ള അവരുടെ അവഗണനയുടെ ഭാഗമാണ്, ഈ സംസ്ഥാനത്ത് അനുഭവിക്കുന്ന ഭാഗമാണ്. ഇതാണ് അവിടെ ചർച്ച ചെയ്യുന്നത്.
ഇതാണ് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ അന്വേഷിക്കുന്നത്. അല്ലാണ്ട് പിന്നെ പെൻഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ ശ്രീ രാജു പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പോയപ്പോഴത്തേക്ക് 800 കോടിയേ ഉണ്ടായിരുന്നുള്ളൂ കടം എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. പക്ഷേ UDF സർക്കാർ പോയപ്പോൾ 800 കോടി രൂപ പെൻഷൻ പെൻഡിങ് ഉണ്ടായപ്പോൾ അവർ ചെയ്തെന്താണെന്നറിയാമോ? 690 കോടി രൂപയുടെ ഒരൊറ്റ കോൺട്രാക്ടർ ഒരൊറ്റ കമ്പനിക്ക് കൊടുത്തിട്ടാണ് പോയത്. ആ പാവപ്പെട്ട ആൾക്കാർക്ക് പെൻഷൻ നൽകാതെ ആ ബഡ്ജറ്റിലുള്ള തുക മുഴുവൻ 690 ഏതാണ്ട് മുഴുവനായിട്ടും ആ പെൻഷൻ തുക നൽകാവുന്നത് ULCCക്ക് 690 കോടി രൂപ ഒരൊറ്റ സിംഗിൾ അക്കൗണ്ടിൽ കൊടുത്ത് മാറ്റിവെച്ചാണ് ഈ എന്നിട്ട് കഥ പറയുന്നത്. അപ്പോൾ അവിടെ പണം ഉണ്ടായിരുന്നു. പണം ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള വകമാറ്റി ചിലവാക്കിക്കൊണ്ട് പാവപ്പെട്ട കർഷകർക്കും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കും പെൻഷൻ നൽകാതെ ഒഴിഞ്ഞുപോയ സർക്കാർ ഇപ്പോൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നതും തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് ഒരു സംശയവുമില്ല, ഈ കേരളത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ന് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ പാവപ്പെട്ട കർഷകർക്ക്, കുടിയേറ്റ കർഷകർക്ക്, സാധാരണക്കാർക്ക് വിദ്യാഭ്യാസമില്ലാത്തതും വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് അവരെ രക്ഷിക്കാത്തതും കുടിയേറ്റ കർഷകർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ളത് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇപ്പോൾ ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ ഡോക്ടർ തോമസ് ഐസക് ഇന്ന് വിശദമായി തന്നെ ഫേസ്ബുക്കിലൊരു കുറിപ്പിട്ടിട്ടുണ്ട്. അത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടാണ്. ചില കാര്യങ്ങൾ ചോദിക്കുകയാണ് UDFനോട്, അവർ വ്യക്തത വരുത്തണം എന്ന് പറയുന്നു. അതാണ് ഞാൻ രാജു പി നായരോട് ചോദിക്കുന്നത്. ഈ കാര്യങ്ങൾക്കെല്ലാം മറുപടി നൽകും, അത് നൽകപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്, അത് തങ്ങൾക്ക് ഗുണകരമാകും എന്നുള്ള പ്രതീക്ഷയാണ് രാജു പി നായർ ഇവിടെ പ്രകടിപ്പിച്ചത്. ഒപ്പം തന്നെ വന്യമൃഗശല്യം, അതിൽ ഇപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ, ശിവശങ്കർ പറഞ്ഞത് കേട്ടല്ലോ, അതിൽ ഇനി കേന്ദ്രത്തിനൊന്നും ചെയ്യാനില്ല, പൂർണ്ണമായും സംസ്ഥാനത്തിന് നൽകിക്കഴിഞ്ഞിരിക്കുന്നു അതിന് ഉള്ള അധികാരം, എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായാൽ പോലും അത് ഗുണകരമാകും തങ്ങൾക്ക് എന്നിവർ രണ്ടുപേരും അവകാശപ്പെടുകയാണ്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ BJPക്കാർ പറയുന്നൊന്നുമല്ല പ്രചരണ വിഷയങ്ങൾ. BJPക്കാർ കടുത്ത വർഗീയവാദികളാണ്. ഈ വർഗീയവാദികൾ ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ നടക്കുന്ന പരിശ്രമം ഇന്ന് ആരംഭിച്ചതല്ല. ഈ ജില്ലയുടെ ഭാഗമായിരുന്ന സ്ഥലത്ത് തന്നെ മലപ്പുറം എന്ന് പറയുന്ന ജില്ല രൂപപ്പെടുത്താനുള്ള ഒരു പരിശ്രമം ഗവൺമെൻറ് ആരംഭിച്ചപ്പോൾ ഇത് കുട്ടി പാകിസ്ഥാനാകും, മാപ്പിളസ്ഥാനാകും എന്ന് പറഞ്ഞ് തുടങ്ങിയവരാണ് ഇവിടുത്തെ BJPക്കാരും RSSകാരും. അതിനോട് കൂട്ടിച്ചേർന്ന് സമരം നടത്തിയവരാണ് കോൺഗ്രസ്സുകാർ. അതുകൊണ്ട് BJPയും കോൺഗ്രസും രണ്ടാണ് മലപ്പുറത്തെന്നല്ല, രണ്ടു കൂട്ടരും ഒന്ന് തന്നെയാണ് എന്നാണ് ഇവിടുത്തെ ആളുകൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഞാനിപ്പോൾ ഇരിക്കുന്നത് അമരമ്പലം പഞ്ചായത്തിലാണ്. ഇതുവഴിയാണ് നമ്മുടെ മലയോര പാത പോകുന്നത്. ബഹുമാനപ്പെട്ട ശിവശങ്കർ ഇവിടെ വന്നു കഴിഞ്ഞാൽ മലയോര പാത ഈ മണ്ഡലത്തിലെ 4-5 പഞ്ചായത്തുകളിലൂടെ കടന്നു പോവുകയാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ ഏതെങ്കിലും റോഡ് ടാർ ചെയ്യാൻ ബാക്കിയുണ്ടോ? ഏതെങ്കിലും റോഡ് മേൽത്തരമായി വികസിപ്പിക്കാൻ ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ഇന്നലെ ഇവിടെ സംസാരിച്ചപ്പോൾ നിലമ്പൂർ ആശുപത്രിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു സ്ത്രീ ലീല, അവരെ കണ്ടു. അവരൊരു യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് അവരെ പരിചയപ്പെടാനിടയായത്. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആശുപത്രി മണം ആശുപത്രിയിലെ ജോലിക്കാർക്കുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആശുപത്രി മണം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ദുർഗന്ധം അവിടുത്തെ ജോലിക്കാർക്കും വരും. ഇന്ന് നിലമ്പൂർ ആശുപത്രിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇപ്പോൾ ഇവിടെയുണ്ട്. ഞാൻ അറുനാടൻ കയ്യിൽ ഇന്നലെ മീറ്റിങ്ങിന് പോയപ്പോഴാണ് കണ്ടത്. ചുള്ളിയോട് ആശുപത്രി മണമില്ലാത്ത ആശുപത്രി ഉണ്ടാക്കിയപ്പോൾ ജോലി കഴിഞ്ഞ് പുറത്ത് പോകുന്നവർ ബസ്സിലിരിക്കുമ്പോൾ, പണ്ട് ഫറൂഖ് ആശുപത്രിയിലും ഇപ്പോൾ നിലമ്പൂർ ആശുപത്രിയിലും ജോലി തീരുന്ന കാലത്ത് അവർ പുറത്തിറങ്ങിയപ്പോൾ അവർക്ക് മണം ഉണ്ടായിരുന്നു. ഇന്ന് ആശുപത്രി മണമില്ലാത്ത ആശുപത്രികൾ ഉണ്ടാക്കിയെന്ന് അവർ ഞങ്ങളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇന്നലെ 13 വയസ്സുള്ളൊരു കുട്ടിയെ ഞാൻ കണ്ടു. ആ കുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു, പവർ കട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ കുട്ടി കേട്ടിട്ടില്ല. ആര്യാടൻ മുഹമ്മദ് ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നപ്പോൾ പത്രസമ്മേളനം നടത്തുന്ന പവർ കട്ടിൻ്റെ സമയം നീട്ടിയോ എന്ന് പറയാനാണ്. കേരളത്തിൽ പവർ കട്ടില്ലാത്തൊരു കാലം വികസനമല്ലേ? നിങ്ങൾ നിലമ്പൂരിലെ സ്കൂളിലേക്ക് വാ, ഏത് സ്കൂളിലേക്ക് വേണം ഞാൻ വരാം, ബഹുമാനപ്പെട്ട രാജീവ് പി നായരുമായിട്ട്. ഏത് ആശുപത്രിയിലേക്ക് ഞങ്ങൾ വരാം, ഏത് റോഡിലേക്ക് ഞങ്ങൾ വരാം. സർക്കാരിൻ്റെ കോളേജ് ഇവിടെ ആരംഭിക്കുന്നുണ്ട്, അതിന് കിബി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇവർ വെടിവെച്ച് കൊന്ന MLA ഉണ്ടല്ലോ, സഖാവ് കുഞ്ഞാലി, 42 വയസ്സിൽ കോൺഗ്രസ്സുകാർ വെടിവെച്ച് കൊന്ന കുഞ്ഞാലി MLAയുടെ ഒരു പേരിലാണല്ലോ ബൈപ്പാസ് നിലമ്പൂരിലുണ്ടാകുന്നത്. എത്ര കോടിയാണ്? ഞങ്ങൾ കൃത്യമായിട്ട് കണക്കിറങ്ങിയിട്ടുണ്ട്. ഈ 2200 കോടിയോളം രൂപ ഈ മണ്ഡലത്തിൽ 9 കൊല്ലക്കാലം കൊണ്ട് ചെലവഴിച്ചതിൻ്റെ ഗുണം ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട്. ഞാനിവിടെ തന്നെ പാട്ടക്കരിമ്പ് എന്നൊരു സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ എല്ലാ വീട്ടിലും കറണ്ടുണ്ട്.
പക്ഷേ 2 വീട് കറണ്ടില്ല. അപ്പോൾ അതിന് കാരണം അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ആ 2 വീട് നിർമ്മിച്ച സമീപകാലത്താണ്. അപ്പോൾ വനവുമായി ബന്ധപ്പെട്ട സ്ഥലമായതുകൊണ്ട് കുറേ അനുമതികൾ വേണം. ഞങ്ങൾ ഇലക്ട്രിസിറ്റി മന്ത്രിയോട് പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പഞ്ചായത്തിൽ 2 വീട്ടിലാണ് കറണ്ട് കൊടുക്കാൻ ബാക്കി. അത് പണ്ട് കൊടുക്കാത്തതല്ല, പുതിയ വീട് വന്നപ്പോൾ കറണ്ട് എത്തിയിട്ടില്ല. നീലഗിരി ജില്ലയുടെ അതിർത്തിയിലുള്ള ഒരു വനമേഖലയിലാണ് ഞാൻ സംസാരിക്കുന്നത്, അമരമ്പലം പഞ്ചായത്തിൽ. നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണം, ഈ വികസനം നടക്കുന്നൊരു മണ്ണിൽ നിന്നിട്ട് ഇവിടെ ചവിട്ട് നിന്നിട്ട് ഇവിടെ വികസനം ഇല്ല എന്നൊക്കെ ആരോടാ പറയുന്നത്? BJP-ക്കാർ. ഇനി രണ്ടാമത്തെ കാര്യം പെൻഷൻ. BJP-ക്കാർ പെൻഷനെ കുറിച്ച് പറയണമെങ്കിൽ ഇവർ ചെറിയൊരു നക്കാപ്പിച്ച് തരുന്നുണ്ടല്ലോ BJP കേന്ദ്രത്തിൽ നിന്ന്. 6.24 ലക്ഷം പേർക്ക്, കേരളത്തിൽ 62 ലക്ഷം പേർക്ക് പെൻഷൻ ലിസ്റ്റിലുണ്ട്, അല്ലെങ്കിൽ 63.66 പേര് പെൻഷൻ ലിസ്റ്റിലുണ്ട്. മസ്റ്റർ ചെയ്ത് വരുമ്പോൾ 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കണം. അതിൽ 6.24 ലക്ഷം പേരെന്ന് പറയുന്നത് വിധവകളുണ്ട്, അതുപോലെ തന്നെ അംഗപരിമിതരുണ്ട്. അങ്ങനെ കൊടുക്കുന്ന വളരെ സീനിയർ ആയിട്ടുള്ള സിറ്റിസൺസിന് 80 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ. അങ്ങനെ കൊടുക്കുന്ന പെൻഷനിലെ കേന്ദ്രം എത്രയാണ് കുടിശ്ശിക എന്നറിയാം? അതെ, എത്രയാണ് ഈ കേന്ദ്രത്തിൻ്റെ കുടിശ്ശിക എന്നറിയാമോ? ഞാൻ പറയാം, 2 കൊല്ലമായി കേന്ദ്രം ഒരു വെള്ളി രൂപ തന്നിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് 400 കോടി രൂപ കേന്ദ്രം കുടിശ്ശിയാക്കിയിരിക്കുക. 400 കോടി രൂപ ഈ കേരള അഡ്വാൻസ് ചെയ്തിട്ടാണ് പെൻഷൻ കൊടുത്തിരിക്കുന്നത്. 400 കോടി രൂപ കേരള അഡ്വാൻസ് ചെയ്തിട്ടാണ്, കേന്ദ്ര അഡ്വാൻസ് ചെയ്തിട്ടാണ്. വലിയ തുക തരുന്നില്ല. 98% കേരളത്തിനാണ്. അതിൽ തർക്കത്തിൻ്റെ പ്രശ്നമില്ല. എന്താ കാരണം? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആകെ പെൻഷൻ എത്ര കൊടുത്തു? നമുക്കൊരു കണക്കുണ്ട്. LDF സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ 76,000 80,000 കോടിയിലേക്ക് കണക്കുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് KSRTCക്ക് എന്നാ കൊടുത്തു? 1,600 കോടി. ഇപ്പോൾ LDF സർക്കാർ വന്നപ്പോൾ എത്ര കൊടുത്തു? 12,000 കോടിയായി. 9 കൊല്ലം കൊണ്ട്. 5 കൊല്ലം കൊണ്ട് 1,600 കോടി, മറ്റത് 12,000 കോടി 9 കൊല്ലം കൊണ്ട്. നമുക്ക് കണക്കെടുക്കാം, ചിലവായ പൈസയുടെ കണക്കെടുത്താൽ മതി. അതാണ് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത്. ചിലവായ പൈസയുടെ കണക്കെടുത്താൽ എന്താണ് കേരളത്തിലെ ഈ പെൻഷൻകാരോട് കേന്ദ്ര സർക്കാർ, ഇവിടുത്തെ കോൺഗ്രസ് ചെയ്തതെന്നുള്ള വ്യക്തമാകും. അതുകൊണ്ട് വികസനത്തിൻ്റെ കാര്യത്തിലോ ക്ഷേമത്തിൻ്റെ കാര്യത്തിലോ ഈ നാട്ടിലെ ആളുകളെ പറ്റിച്ചൊരു കാര്യം പറയാൻ പറ്റിയില്ല. പിന്നെ ആകെ അവരുടെ അവസാന കൈയെന്ന് പറയുന്നത് വർഗീയത പറയലാണ്. അതെല്ലാ കാലത്തും ഉള്ളതാണ്. ഞങ്ങൾ ഈ മലപ്പുറം ജില്ലയെ പറയുന്നത്, കേരളത്തിൻ്റെ വികസനത്തിന് വോട്ട് ചെയ്യുകയാണെങ്കിൽ LDF-നല്ലാതെ ആർക്ക് വോട്ട് ചെയ്യണം? ഈ നവംബർ 1-ാം തീയതി അതിദരിദ്രരില്ലാത്ത കേരളം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റ് പറയുമോ? പിന്നെ അദ്ദേഹം പറഞ്ഞു വനത്തിൻ്റെ എല്ലാ അവകാശവും ഇങ്ങോട്ട് തന്നിരിക്കുകയെന്ന്. ഞാനൊന്ന് ചിരിച്ചോട്ടെ അതിന്. കാരണം എന്താണെന്നറിയോ? ഇന്ത്യ രാജ്യത്ത് സംസ്ഥാനങ്ങളുടെ എല്ലാ അധികാരത്തിൻ്റെ മേലെ കടന്നു കയറിക്കൊണ്ടിരിക്കുന്ന മോദി വനം മാത്രം വന്നപ്പോൾ പുലിയെ നിങ്ങൾ പിടിച്ചോ, ഇവിടുത്തെ സിംഹത്തിനെ നിങ്ങൾ പിടിച്ചോ, ആനയെ നിങ്ങൾക്ക് തന്നേക്കാം, അങ്ങനെ മോദി ഉത്തരവിട്ടോ? ഏതെങ്കിലും പാർലമെൻറ്റിൽ ഏതെങ്കിലും മന്ത്രി വിവരമില്ലാതെ എഴുതി കൊടുക്കുന്ന സാധനമാണോ നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ പറ്റുന്ന നിയമം? അങ്ങനെയാണോ നിയമം? നിയമം എന്ന് പറയുന്നത് പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമമാണ്. ആ നിയമത്തിനകത്ത് പുലിയെ വെടിവെക്കാൻ അവകാശമുണ്ടോ? കടുവയെ വെടിവെക്കാൻ അവകാശമുണ്ടോ? ആനയെ വെടിവെക്കാൻ അവകാശമുണ്ടോ? രാജസ്ഥാനിൽ ഇതുപോലെ തന്നെ ഒരു IFS ഉദ്യോഗസ്ഥൻ ഒരു അപകടം വന്നപ്പോഴത്തേക്കും അവിടെ പുലിയെ വെടിവെച്ചു. ആ കോടതിയിലെ കേസിൽ അയാളെ ഇട്ട് ചെയ്ത കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ കോടതികൾ, ഇത് കൈകാര്യം ചെയ്യുന്ന കോടതികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടോ? IFS ഉദ്യോഗസ്ഥന്മാരും വനവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ജയിലിലേക്ക് പോകും. അവർ ഉത്തരവിടില്ല. നിങ്ങൾ പറയണ്ടല്ലോ IFS ഉദ്യോഗസ്ഥൻ എന്തോ അധികാരമുണ്ടെന്ന്. പുലി വന്നാൽ ഉടനെ IFS ഉദ്യോഗസ്ഥൻ യോഗം വിളിക്കണം. ആ യോഗം വിളിച്ചിട്ട് പുലി അവിടെ നിൽക്കുമോ? യോഗം വിളിക്കും. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ തന്നെയാണ് നമുക്കറിയാം സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാവുന്നതാണ്. പറ്റിക്കല്ലേ ഇവര്. നിയമത്തിൽ മാറ്റം വരുത്തണം. ഞങ്ങളുടെ ആവശ്യം ഇതാണ്, നിയമത്തിൽ മാറ്റം വരുത്തണം. BJP-യോട് പറയണത് നിയമത്തിൽ മാറ്റം വരുത്തൂ. കോൺഗ്രസ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി പറഞ്ഞു ഞാൻ ഇടപെടുവാന്ന് പറഞ്ഞു. അദ്ദേഹം 5 കൊല്ലം ഇവിടുത്തെ MP ഒക്കെ ആയിരുന്നു. ഇപ്പോൾ പെങ്ങളാണ് MP. അദ്ദേഹം ഇടപെട്ടിട്ടില്ല. അദ്ദേഹത്തിനോട് താല്പര്യമില്ല. കാരണം അവരുടെ എല്ലാം അഭിവന്ധിയായ അച്ഛൻ്റെ അമ്മ ബഹുമാനപ്പെട്ട ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിക്കുമ്പോഴാണ് ഈ നിയമം കൊണ്ടുവന്നത്. ആ നിയമം കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അധികാരമില്ല. നമ്മുടെ അധികാരം എല്ലാം കോൺഗ്രസും BJP-യും കൂടെ കൊണ്ടുപോയിട്ട് ഇനി പിണറായി വിജയൻ വെടിവെച്ചോ, പുലി വരുമ്പോൾ പിണറായി വിജയൻ അവിടെ നിന്നോ, അല്ലെങ്കിൽ പുലി വരുമ്പോൾ സംസ്ഥാനത്തെ മന്ത്രി പോയി നിന്നോ എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പാർലമെൻറ്റിലെ മറുപടിയല്ല അവിടുത്തെ. നിയമ ഭേദഗതി ഉണ്ടാക്കുമോ? അതാണ് BJP-യോടുള്ള ചോദ്യം. നിയമ ഭേദഗതി, സംസ്ഥാനങ്ങൾക്ക് അധികാരം കൊടുക്കുന്ന നിയമ ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്രത്തിലെ മോദി സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. BJP-ക്കാരെ അതിനെ വെല്ലുവിളിക്കുന്നു. ശരി, ശ്രീ സജി മഞ്ഞക്കടമ്പിൽ, ഇപ്പോൾ പലതരത്തിൽ വിഷയങ്ങൾ വന്നിരിക്കുകയാണ്, വിവാദങ്ങൾ വന്നിരിക്കുകയാണ്. അതിൽ ആദ്യം തന്നെ മുഖ്യമന്ത്രി വന്ന് ഒരു ചതിയുടെ ഫലമായാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നത് എന്ന് പറയുന്നു.
അതിനുശേഷം പിന്നീട് മുഖ്യമന്ത്രിയുടെ ചതിപ്രയോഗത്തെക്കുറിച്ച് KC വേണുഗോപാൽ പറഞ്ഞു. അങ്ങനെ അത് ആ വിവാദം കത്തിപ്പടരുന്നു. ഒപ്പം മറ്റ് പല വിവാദങ്ങൾ, ഞാൻ ഏറ്റവും ആദ്യം സൂചിപ്പിച്ചതുപോലെ പല വിവാദങ്ങൾ. ഇതിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ PV അൻവറിൻ്റെ ഫോക്കസ് എവിടെയാണ്? അല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്. ഒരു ചതിയുടെ ഫലമായിട്ടാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്തായിരുന്നു ആ ചതി? ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ മലയോര മേഖലയിൽ, നിലമ്പൂർ പോലുള്ള മേഖലയിലൊക്കെ ഇവിടെ വന്യമൃഗ ആക്രമണം നടക്കുന്നു. അതിനെ തടയണം, അല്ലെങ്കിൽ തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് ശ്രീ PV അൻവർ ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഇവിടെ വന്യജീവി സംരക്ഷണ നിയമം അല്ലെങ്കിൽ വന നിയമത്തിൽ ഭേദഗതി വരുത്തി. ഇവിടുത്തെ കൃഷിക്കാരെ, സാധാരണക്കാരെ ഉപദ്രവിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് എല്ലാ അധികാരവും കൊടുത്തുകൊണ്ടുള്ള പുതിയ വന നിയമം കൊണ്ടുവന്നു. അതിനെ തിരുത്തണമെന്ന് പ്രിയപ്പെട്ട ശ്രീ PV അൻവർ ആവശ്യപ്പെട്ടു. മാത്രമല്ല ഇവിടുത്തെ കാർഷിക മേഖലയിലെ വിഷയങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്കറിയാം, ഇന്ന് സാധാരണക്കാരായ കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് വില ലഭിക്കുന്നില്ല. അവരൊക്കെ ആത്മഹത്യയുടെ പக்கம் നിൽക്കുന്നു. കാർഷിക മേഖലയിൽ ഇടപെടാൻ പറഞ്ഞു. അത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റോ ഇടപെട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ചതി, അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന അഴിമതി. ഇപ്പോൾ നമുക്കറിയാം ദേശീയപാത ദുരന്ത പദവിമാർക്ക് ആ ദേശീയപാതയിൽ ഇപ്പോൾ ഇവിടുത്തെ അല്ലെങ്കിൽ ഭരണകക്ഷിക്കും അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിന് യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നത് നേരത്തെ ഭയങ്കര ബന്ധമായിരുന്നു. ഈ പറഞ്ഞ റീൽസൊക്കെ നമ്മൾ കണ്ടതാണ്. രാവിലെയും വൈകിട്ട് റീൽസ് ഇടുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇപ്പോൾ റീൽസ് ഇടുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് യാതൊരു ബന്ധമില്ല, കേന്ദ്രത്തിൻ്റെ മാത്രം കുറ്റമാണെന്ന് പറയുന്നത്. ഇതൊന്നും നമുക്കറിയാം. ഇത് കേന്ദ്രവും കേരളവും കുറ്റക്കാരാണ്. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന ചതി, ആ ചതി കണ്ട് വനം പടുത്താണ് ശ്രീ PV അൻവർ അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം വലിച്ചെറിഞ്ഞ് അദ്ദേഹം ഇറങ്ങിയത്. എന്തിനു വേണ്ടിയാണ്? ഈ ഗവൺമെൻറ് തെറ്റായ ജനവിരുദ്ധ ജനദ്രോഹ ദുർഭരണം തുറന്നു കാട്ടാൻ, UDF-നെ ശക്തിപ്പെടുത്താൻ UDF-ൻ്റെ കൂടി അനുമതിയോടുകൂടി അദ്ദേഹം രാജിവെച്ചു. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? UDF-ന് വേണ്ട, അദ്ദേഹത്തെ സ്വീകരിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ജയിക്കാമെന്നുള്ള അവരുടെ ആ ഒരു എന്താ പറയുന്നത് ചിന്താഗതി ആയിരിക്കാം ശ്രീ PV അൻവറെ. അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു, CPM-ൻ്റെ പീഡനം അടുത്തിറങ്ങി PV അൻവറെ വഴിയിൽ നിർത്തി അപമാനിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഈ പറഞ്ഞ നിലമ്പൂരിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പ്രിയപ്പെട്ട അനിൽകുമാർ ഉൾപ്പെടെ പറഞ്ഞു വലിയ വികസനം. ആശുപത്രി മണമുണ്ടോ ഇല്ലയോ എനിക്കറിയാം. ആശുപത്രി കയറി ചെന്ന് അറിയാം മണമുണ്ടോ. നമുക്കറിയാം പല ആശുപത്രികളിലെയും അവസ്ഥയൊക്കെ നമുക്കറിയാം. ആശുപത്രി കെട്ടിടങ്ങളെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് UDF ഗവൺമെൻറ് കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ മരുന്നുണ്ടോ? അവിടെ ഒരു രോഗി ചികിത്സിക്കാൻ ചെന്നാൽ ആ മരുന്ന് വേണമെങ്കിൽ അവൻ പുറത്ത് പോകണം. ഒരു എന്താ പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്നാൽ അവിടത്തേക്ക് പോലുള്ള സാധനം പോലും നമ്മുടെ രോഗി വാങ്ങിച്ചു കൊടുക്കാൻ ചെന്നാൽ ആവശ്യത്തിന് അല്ല, ഒരു ജനപ്രതിനിധിയുടെ കുഴപ്പമല്ലല്ലോ, അത് ഗവൺമെന്റ് ആണ് കൊടുക്കേണ്ടത്. അല്ല, ഈ ഒരു അപ്പോൾ കുറച്ചുകൂടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. ആ ജനപ്രതിനിധി തിരുത്താൻ അതോടൊപ്പം തന്നെ വിലക്കയറ്റം. ആ PV അൻവർ LDF-ന് അകത്തു നിന്ന് ശക്തമായി പറഞ്ഞു, നിയമസഭയ്ക്കകത്ത് പറഞ്ഞു. പക്ഷേ യാതൊരു ഗുണവും ഉണ്ടായില്ല, പ്രയോജനവും ഉണ്ടായില്ല, സർക്കാർ ഇടപെട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ വിലക്കയറ്റത്തെക്കുറിച്ച് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില ഇന്ന് വിലക്കയറ്റത്തിന് കൊടുമുടിയിൽ നിൽക്കുക. ആ വിലക്കയറ്റം പരിഹരിക്കാൻ ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ വിപണിയിൽ ഇടപെടാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് സാധിച്ചിട്ടില്ല. ശ്രീ സജി മഞ്ഞക്കടമ്പിൽ, ഇപ്പോൾ കഴിഞ്ഞ 9 വർഷം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLA എന്ന നിലയിൽ PV അൻവറിന് ചില കാര്യങ്ങളിൽ ഉത്തരവാദിത്തമുണ്ടല്ലോ. ഇതിപ്പോൾ എല്ലാം മറ്റുള്ള ആരുടെയെങ്കിലും ഒക്കെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഞാനിതാ നിസ്സഹായനായി നിൽക്കുന്നു എന്ന തരത്തിലേക്ക് അദ്ദേഹം എങ്ങനെയാണ് ജനങ്ങളെ ഫേസ് ചെയ്യുക? അങ്ങനെ ഒരു ജനപ്രതിനിധിയിൽ ജനം എങ്ങനെ വിശ്വാസം അർപ്പിക്കും? സജി മഞ്ഞക്കടമ്പിൽ, അല്ല, എന്റെ സംശയമാണ് ഇപ്പോൾ താങ്കൾ പറയുന്നത്. അല്ലല്ല, താങ്കൾ പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് സംശയമുള്ളത് കൊണ്ടാണ്. പറയൂ. എന്ത് സംശയം? PV അൻവറാണോ നിയന്ത്രിക്കേണ്ടത്? ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ്. PV അൻവർ ആവശ്യപ്പെടും. അദ്ദേഹം നിയമസഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അകത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട്, പുറത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവൺമെന്റ് ചെവിക്കൊണ്ടില്ല. അതെന്തേ നിങ്ങൾ പറയാത്തത്? അപ്പം ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടുത്തെ UDF അല്ലെങ്കിൽ പ്രതിപക്ഷം എന്താ ഇവിടെ ചെയ്യുന്നത്? ഈ സർക്കാരിൻ്റെ എത്രയോ വലിയ ജനദ്രോഹ നയങ്ങൾ ഇവിടെയുണ്ട്, ചൂണ്ടിക്കാണിച്ചു. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, ഒരു പട്ടികജാതി സ്ത്രീയെ അല്ലെങ്കിൽ ഒരു ദളിത് സ്ത്രീയെ അവരെ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച് മോഷണ കുറ്റം ആരോപിച്ച് ഒരു ദിവസം മുഴുവൻ ജയിലിൽ പിടിച്ചിട്ട് അവരെ പീഡിപ്പിച്ചു. എന്തേ ഇവിടുത്തെ UDF അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷം ഇടപെട്ടോ? ഇവിടെ നമ്മുടെ ദേശീയപാത ദുരന്തമുണ്ടായി, എന്തുകൊണ്ടൊരു സമരം പോലും ചെയ്യാൻ സാധിച്ചിട്ടില്ല? അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ഭായി ഭരണം ഇപ്പോൾ നടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ശ്രീ PV അൻവർ അദ്ദേഹം ഇന്ന് സ്വതന്ത്രനായി മത്സരിക്കേണ്ടി വന്നിരിക്കുന്നത്. ഇവിടെ UDF-നെ ശക്തിപ്പെടുത്താൻ, UDF-നെ വിജയിപ്പിക്കാനായി ഇറങ്ങി വന്ന ശ്രീ PV അൻവറിനെയാണ് അപമാനിച്ചിരിക്കുന്നത്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കാണ്. അദ്ദേഹത്തെ PV അൻവറിനെ കുറിച്ച് പറയുന്ന കുറ്റം, അദ്ദേഹം സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്തോ പറഞ്ഞു. ഞാൻ പറയട്ടെ, സ്ഥാനാർത്ഥിയെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ള UDF-ന് പുറത്ത് നിൽക്കുന്ന കക്ഷി എന്നതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവാം, യാതൊരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹത്തെ UDF
അദ്ദേഹത്തെ എന്താ അസോസിയേറ്റ് കക്ഷിയാക്കുമെന്ന് പറഞ്ഞു. കക്ഷിയാക്കിയില്ല. അത് മാത്രമോ, കക്ഷിയാക്കാതെ ഇരുന്ന് അദ്ദേഹത്തോട് ആലോചിക്കണമെന്ന് ഞാൻ പറയില്ല. ഇതാ ഇന്നയാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയാണ്. താങ്കൾ മര്യാദയ്ക്ക് വന്ന് വോട്ട് ചെയ്യാനെങ്കിലും പറയാനുള്ള മര്യാദ ഇവിടുത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ UDF നേതൃത്വം കാണിച്ചില്ല. അതിൻ്റെ ഫലമായി അദ്ദേഹം അപമാനിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പലതരത്തിൽ പൊട്ടിത്തെറിച്ചു, അല്ലെങ്കിൽ പലതരത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ശ്രീ PV അൻവറെ UDF-നെ ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ CPM-ന്റെ ഭരണം അവസാനിപ്പിക്കാനായി ഇറങ്ങി വന്ന ശ്രീ PV അൻവറെ ഇന്ന് പെരുവഴിയിൽ നിന്ന് അപമാനിക്കുന്നത്. അതിൻ്റെ തിരിച്ചടി ഇവിടെ UDF-നും LDF-നും ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ ഈ നിലമ്പൂരിലെ സാധാരണക്കാർ, പാവപ്പെട്ട ജനങ്ങൾ അദ്ദേഹത്തെ ഉള്ളംകൈയിൽ സ്വീകരിച്ചിരിക്കുകയാണ്, ഇരുകയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് വാർത്താ സമ്മേളനം കേൾക്കുമ്പോൾ ശ്രീ സജി മഞ്ഞക്കടമ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കേൾക്കുമ്പോൾ അദ്ദേഹം കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് ഈ VD സതീശനിലേക്കും അവിടുത്തെ സ്ഥാനാർത്ഥിയിലേക്കുമൊക്കെ ആണോ എന്നുള്ള സംശയം നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്, ഫോക്കസ് എവിടെയാണ് എന്ന് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് പിണറായി സത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി. പക്ഷേ ഈ ഏറ്റവും ഒടുവിലൊക്കെയായി അദ്ദേഹം കൂടുതലായി പ്രതികരിക്കുന്നത് ആർക്കെതിരെയാണോ എന്നുള്ളത് താങ്കളൊന്ന് ശ്രദ്ധിക്കണം. അതല്ലേ പറഞ്ഞ് ഈ നിലവിലുള്ള സ്ഥാനാർത്ഥി ഷൗക്കത്ത് ഇവിടെ നിന്നാൽ വിജയിക്കില്ല എന്നും പിണറായിസം ഇവിടെ വിജയിക്കുമെന്നും ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ശ്രീ PV അൻവർ മത്സര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അല്ല, അദ്ദേഹത്തിന് എന്താ കാര്യം? അദ്ദേഹം മത്സരിക്കാൻ ഏറ്റവും അവസാന നിമിഷമാണ്. UDF-ന്റെ ഭാഗത്ത് നിന്ന് കടുത്ത അവഹേളനം ഉണ്ടായപ്പോൾ മാത്രമാണ് അദ്ദേഹം മത്സര രംഗത്തേക്ക് ഇറങ്ങിയത്. അദ്ദേഹം ഇവിടെ വിജയിക്കും, അപ്പോൾ പിണറായിസത്തെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ശ്രീ PV അൻവർ ഇറങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയാം, ഇവിടെ UDF അദ്ദേഹത്തെ അപമാനിച്ചെങ്കിൽ ആ അപമാനത്തിനുള്ള വില UDF കൊടുക്കേണ്ടി വരും. ഇവിടുത്തെ ജനങ്ങൾ, നിലമ്പൂരിലെ ജനങ്ങൾ ശ്രീ PV അൻവറിനെ വീണ്ടും ഈ ജനപ്രതിനിധിയെ ജനപ്രതിയാക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ദുർഭരണം തുറന്നു കാട്ടാൻ അല്ലെങ്കിൽ പിണറായിസം അവസാനിപ്പിക്കാൻ. രണ്ട്, ഇവിടെ നിലവിൽ ഈ പറഞ്ഞ UDF നേതൃത്വം, എല്ലാവരും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതിൻ്റെ കിങ് പോയിന്റിൽ ഇരിക്കുന്ന ചില നേതാക്കന്മാർ, അവർക്ക് ഇത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ ശ്രീ PV അൻവറെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു UDF-ന്റെ തെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള ശേഷി അവർക്കില്ലാവോ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ ശ്രീ K കരുണാകരനെ കണ്ടുപിടിക്കണമായിരുന്നു. അദ്ദേഹം എന്താ ചെയ്തത്? ഇവിടെ MV രാഘവൻ എന്ന് പറയുന്ന CPM-ന്റെ വടപക്ഷം ആ CPM-വുമായി തെറ്റിപ്പിരിഞ്ഞിറങ്ങി വന്നപ്പോൾ ആ MV രാഘവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് UDF-ന്റെ ഭാഗമാക്കി അദ്ദേഹത്തെ മന്ത്രിയാക്കി കേരളത്തിലെ ഇടതുപക്ഷത്തിലെ അല്ലെങ്കിൽ CPM-നെ തകർക്കാൻ ആ പ്രിയപ്പെട്ട നേതാവ് ശ്രീ K കരുണാകരനെ പോലെയുള്ള ആളുകൾക്കൊക്കെ സാധിച്ചു. പക്ഷേ ഇപ്പോഴുള്ള നേതൃത്വത്തിന് ഇങ്ങനെയുള്ള ബുദ്ധിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതാണ് നിലവിലെ ഇപ്പോഴത്തെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം. ഏതായാലും ഞങ്ങൾക്ക് ഒരു സംശയവും വേണ്ട, ഇവിടെ കേരളത്തിലെ രണ്ട് മുന്നണികളും അതോടൊപ്പം തന്നെ BJP എന്താ ചെയ്യുന്നത്? BJP കേന്ദ്ര ഗവൺമെന്റ് എല്ലാത്തിനും വില വർദ്ധിപ്പിച്ചുകൊണ്ടല്ലേ പെട്രോൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വില വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു. ഇപ്പൊ സാധാരണ ജനങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനാവുന്നില്ല, സാധാരണക്കാർക്ക് ജീവിക്കാനാകുന്നില്ല. ഇപ്പൊ പാവപ്പെട്ടവർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ഇപ്പോൾ ഈ PV അൻവർ എന്നുള്ള ഫാക്ടറിനെ നിങ്ങൾക്ക് അവഗണിച്ചു പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഓരോ ദിവസവും ഇതിനെക്കുറിച്ചൊക്കെയുള്ള പ്രതികരണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. ഇപ്പോഴും വാതിലടച്ചിട്ടില്ല എന്നൊക്കെയാണത് അൻവർ തന്നെ പറയുന്നത്. ഏറ്റവും പ്രമുഖരായ പലരും ഇപ്പോഴും തന്നെ സമീപിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. അതിൻ്റെയൊക്കെ ഒരു വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്നത് നമുക്ക് സംശയമുണ്ട് താനും. ഇവിടെ PV അൻവർ എന്നുള്ള ആ ഫാക്ടർ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, അത് ഏറ്റവും പ്രധാനമായി പിണറായിസത്തിനെതിരെയാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ രാജു P നായരോടാണ് ചോദ്യം. പിണറായിസത്തിനെതിരെയാണ്, ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ നിൽക്കുകയാണ്. കൂടാതെ ഇപ്പൊ ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയെ തുറന്നു കാണിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട് എന്ന് പറയുന്നു. ഒപ്പം VD സതീശനെതിരായി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ 2021 അദ്ദേഹം 81,227 വോട്ടുകൾ നേടിയ വ്യക്തിയാണ്. LDF പിന്തുണയോടെ ആണെങ്കിൽ പോലും അത്രയധികം വോട്ടുകൾ നേടിയ ഒരു MLA ആണ് അദ്ദേഹം എന്നുള്ളത് അത്ര പെട്ടെന്ന് അവഗണിച്ച് കോൺഗ്രസിന് പോകാൻ കഴിയുമോ രാജു P നായർ? അല്ല, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ 10 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അതിനകത്ത് UDF-ഉം LDF-ഉം കഴിഞ്ഞാൽ വലിയ സാന്നിധ്യമില്ലാത്ത ഒരു BJP, കാരണം സമ്മർദ്ദത്തിനൊടുവിൽ സ്ഥാനാർത്ഥി നിർത്തേണ്ടി വന്ന BJP ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്രന്മാരുണ്ട്. എല്ലാ സ്വതന്ത്രന്മാരുടെയൊന്നും കാര്യങ്ങൾക്കും അവർ വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞാൽ മറുപടി പറയാനായിട്ട് ഞങ്ങൾക്ക് ബാധ്യത. ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് UDF-ഉം LDF-ഉം തമ്മിലുള്ള മത്സരമാണ്. പിണറായി വിജയൻ സർക്കാരിനെ നിരന്തരമായിട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ മുഴുവൻ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ്. ഇവിടെ അങ്ങ് ആദ്യം എന്നോട് ചോദിച്ചു, പെൻഷൻ കൊണ്ട് UDF പ്രതിരോധത്തിലായോ എന്ന്. UDF പ്രതിരോധത്തിലായില്ല എന്നുള്ള CPM പ്രതിനിധിയുടെ ഇവിടുത്തെ ആദ്യത്തെ സെഗ്മെന്റ് കണ്ടപ്പോൾ മനസ്സിലായില്ലേ?
അദ്ദേഹം പഴയ 18 മാസത്തെ പെൻഷൻ ഈ പിണറായി വിജയൻ സർക്കാരാണ് വന്ന് കൊടുത്തു തീർത്തത്, ഉമ്മൻചാണ്ടി കൊടുത്തില്ല എന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? പെൻഷനിൽ പോലും അദ്ദേഹം അധികം കയറി പിടിച്ചില്ല. കാരണം ഇനി അത് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഈ വിവാദം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചർച്ചകൾ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അതുകൊണ്ട് അദ്ദേഹം അതിനകത്ത് കയറി പിടിക്കില്ല. അത് വേണ്ട, അത് ഞാൻ പറയട്ടെ അദ്ദേഹം അതിനകത്ത് കയറി പിടിക്കില്ല. ഇനി ഞാൻ പറയാത്തത് പറയട്ടെ, കണക്ക് പറയട്ടെ. അല്ല, ഇത് കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞു, അത് കഴിയുമ്പോൾ ഞാൻ മറുപടി പറയാം. അടുത്ത സെഗ്മെന്റിൽ നിങ്ങൾ പറയൂ, അത് കഴിയുമ്പോൾ ഞാൻ മറുപടി പറയാം. അങ്ങനെയല്ലേ വേണ്ടേ? അല്ല, നിങ്ങൾ ആദ്യം പറഞ്ഞ സെഗ്മെന്റിനുള്ള മറുപടിയാണല്ലോ ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത സെഗ്മെന്റിൽ അങ്ങേക്ക് മറുപടി പറയാലോ. അങ്ങേക്ക് മറുപടി ആ സമയത്ത് അങ്ങ് പറയൂ. അതല്ല അതിന്റെ രീതി. അല്ല, അതാണല്ലോ അതിന്റെ രീതി. പിന്നെ രണ്ടാമത്തെ കാര്യം അനുജ, തോമസ് ഐസക് തന്നെ നിയമസഭയിൽ പറഞ്ഞ കണക്കൊക്കെ ഇല്ലേ രാജു പി നായർ? ഇതിന് മറുപടിയായി ഇപ്പോ ഇതൊക്കെ ഇത് രേഖകളിലുള്ള കാര്യങ്ങളാണല്ലോ. 1473 കോടി രൂപ കുടിശ്ശിക എന്നുള്ളത് 2020 തന്നെ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞൊരു കണക്കാണ്. അത് 2016 ഓഗസ്റ്റ് മുതൽ അങ്ങനെ 2 ഘട്ടമായി 2017 ഓഗസ്റ്റ് വരെയുള്ളത് എന്ന് പറഞ്ഞ് അതിന് മുൻപുള്ള കുടിശ്ശികയുടെ കണക്കുകളെല്ലാം ഇതൊക്കെ നിയമസഭയിൽ കിടക്കുന്ന രേഖകളാണല്ലോ. അപ്പോൾ നമ്മൾ അതിൽ ആ കണക്കിൽ ഇനിയിപ്പോൾ പറഞ്ഞ് സമയം കളയേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അതെ, എത്ര കോടി രൂപയാ കുടിശ്ശിക? എത്ര കോടി രൂപ അനുജ കുടിശ്ശിക പറഞ്ഞിരിക്കുന്ന തോമസ് ഐസക്? അല്ല, തോമസ് ഐസക് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ 2014 നവംബർ മുതലുള്ള കുടിശ്ശിക, 2016 ജൂൺ മുതൽ 2017 മാർച്ച് വരെയുള്ള 10 മാസത്തെ വിതരണം, ഇതിലാകെ പറയുന്ന ഒരു കണക്ക് 4628 കോടി ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഒന്നാം പിണറായി സർക്കാർ വന്നതിന് ശേഷം കൂടിയുള്ള കണക്ക് കൂട്ടിയുള്ളതാണത്. അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിനു മുൻപ് 1473. അതാണോ അനുജ? എനിക്ക് കാര്യങ്ങൾ പറയാൻ സമയം തരണം. അതാണ് നമ്മൾ ഈ കണക്കുകളിലേക്ക് അധികം പോയാൽ അത് സമയം. അനിൽകുമാർ ഒക്കെ നിരന്തരമായിട്ട് ഉന്നയിച്ച, ഞാൻ പറയുന്നില്ല, അങ്ങിപ്പോൾ ചോദിച്ചുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഞാൻ അടുത്ത വിഷയത്തിലേക്ക് ഞാൻ കടന്നതാണ്. നോക്കൂ, 1086 കോടി അങ്ങോട്ടോ കുടിശ്ശിക ഇവർ കൊടുത്തപ്പോൾ തീർത്തു. അനുജ, ഒരൊറ്റ സിമ്പിൾ നിങ്ങളുടെ സ്ക്രീനിൽ ഏകദേശം 600 രൂപ ഇവർ പറയുന്നത് ഞാൻ മുഖവിലേക്ക് എടുത്തുകൊണ്ട് വാദത്തിന് വേണ്ടി എടുക്കുന്നു. 600 ഇൻറ്റു 35 ലക്ഷം ഇൻറ്റു 18 മാസം എന്ന അങ്ങയുടെ സ്ക്രീനിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്ക്. 4800 കോടി രൂപ എടുത്ത് വരും, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ. 1000 ചില്ലാനും കോടി കൊടുത്തു എന്നല്ലേ തോമസ് ഐസക് പറഞ്ഞിട്ടുള്ളൂ, ഇല്ലേ? ഇനി അദ്ദേഹം കൊടുത്തിരിക്കുന്ന ധവളപത്രത്തിൽ എത്ര പറഞ്ഞിരിക്കുന്നത്? ധവളപത്രത്തിലെ ടേബിൾ 1-2 4ാമത്തെ കോളം, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ 806 കോടി രൂപ. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ധവളപത്രം ഈ ഗവൺമെന്റ് വന്നപ്പോൾ 2016 ഇറക്കിയ ധവളപത്രത്തിൽ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ അതിൻ്റെ ഇമ്മീഡിയറ്റ് ലയബിലിറ്റീസ് എന്ന ടേബിളിൽ 806 കോടി രൂപ ചേർത്തിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ കണക്കുകൾ പിന്നെ നോക്കട്ടെ, അത് വിട്ടുകളയുന്നു. അടുത്തത് ഇലക്ട്രിസിറ്റി ബോർഡിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ ആ നമ്മുടെ ഇത് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി 25 വർഷത്തെ ദീർഘകാല കരാർ 4 രൂപ 29 പൈസയ്ക്ക് ഒപ്പിട്ട സർക്കാർ ഏതായിരുന്നു? വൈദ്യുതി മന്ത്രിയുടെ പേരെന്തായിരുന്നു? ആര്യാടൻ മുഹമ്മദ് എന്നും അത് UDF സർക്കാരുമായിരുന്നില്ലേ? നിങ്ങൾ എന്തിനാണ് ആ 4 രൂപ 29 പൈസയ്ക്ക് 25 വർഷത്തേക്ക് ലഭിക്കാവുന്ന വൈദ്യുതിയുടെ കരാർ നിങ്ങൾ റദ്ദ് ചെയ്തിട്ട് അതേ കമ്പനിയിൽ നിന്ന് 8 മുതൽ 12 രൂപ വരെ നിങ്ങളിപ്പോൾ എന്തിനാണ് വൈദ്യുതി വിളിക്കുന്നത്? അപ്പം ആര്യാടൻ മുഹമ്മദിന്റെ ദീർഘവീക്ഷണവും വൈദ്യുതി രംഗത്ത് അദ്ദേഹം നടത്തിയ ഇടപെടലും പിണറായി വിജയന്റെ പരാജയം കാണുന്ന ഈ ഒറ്റ വിഷയം എടുത്താൽ മതി. ഇനി മൂന്നാമത്തെ വിഷയം വന്യമൃഗശല്യത്തെ കുറിച്ച് പറയുന്നു. ശ്രീ അനിൽകുമാർ, ഈ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളുണ്ട്, കേന്ദ്രഭരണ പ്രദേശമുണ്ട്. അവിടെയെല്ലാം കേരളത്തിലെ പ്രശ്നങ്ങളല്ല, അവർക്ക് ഓരോ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെല്ലാം കൂടി നോക്കിയിട്ട് 1972 നിയമം മാറ്റണോ വേണ്ടയോ എന്ന് സമവായം എത്തുകയോ അത് ചർച്ചകൾ നടത്തിയിട്ട് അതുണ്ടാവട്ടെ. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഈ ഇത് ചെയ്യാനായിട്ട് വനം വകുപ്പിന് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ എത്ര രൂപയാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് ചെലവാക്കിയത്? നോക്കൂ അനുജ, 2022, 2023, 2023-24 മാത്രമാണ് ഞാൻ പറയുന്നത്. സോളാർ വേലി ചെലവാക്കിയത് 2,68,00,000 രൂപ 2022-23. 2023-24 2,25,00,000 രൂപ സോളാർ വേലി സോളാർ വേലി ഉണ്ടാക്കാൻ. ഇത് പ്രധാനമാണ്. ആനക്കിടങ്ങ് 2022-23 ഉണ്ടാക്കിയത് 90 ലക്ഷം രൂപയുടെ ആനക്കിടങ്ങ ഉണ്ടാക്കിയത്. അതിനുശേഷം 2023-29 39 ലക്ഷം രൂപ
39 ലക്ഷം രൂപ ആണ് ആകെക്കൂടി ഉണ്ടാക്കിയത്. പിന്നെ ആന പ്രതിരോധ മതിൽ നമ്മൾ കാട്ടാനെയാണല്ലോ, നിലമ്പൂരാണ്, കരുളായിലെ മണിയും ഒരുപാട് കണക്ക് പറഞ്ഞു പോകാൻ സമയമില്ല, സരോജിനിയും കൊല്ലപ്പെട്ട പ്രദേശത്താണല്ലോ നമ്മൾ ഇരിക്കുന്നത്. അല്ല, അത് പറഞ്ഞു പോട്ടെ അനുജ, അങ്ങനെ പറഞ്ഞു പോരാ, അത് പറ്റില്ല, അങ്ങനെ പറഞ്ഞു പോലെ. ഈ നാട്ടിലെ ജനങ്ങൾ അറിയേണ്ട കണക്കാണ്, അങ്ങനെ പറഞ്ഞു പോലെ. നോക്കൂ, ഈ ആനക്കിടം ഉണ്ടാക്കാൻ എന്റെ ഒരു സംശയം രാജു പി നായർ, ഈ വിഷയങ്ങളൊക്കെ തന്നെയാണോ നിങ്ങൾ അവിടെ ഉന്നയിച്ച് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? വിശദമായി തന്നെ ഈ വിഷയങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്നലത്തെ ചർച്ചയിലും ഞങ്ങൾ ഇവിടുത്തെ വിഷയങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അല്ല, ചാനൽ ചർച്ചയിലെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. അവിടെ പ്രചാരണ രംഗത്ത് ഈ വിഷയങ്ങളൊക്കെ തന്നെയാണോ നിങ്ങൾ വിശദമായി പ്രചാരണം നടത്തുന്നത്, അതിനുപയോഗിക്കുന്നത് എന്നതാണ് ഞാൻ ചോദിച്ചത്. അനുജ, ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഞങ്ങൾ ജനങ്ങൾ വീടിനകത്തേക്ക് ഞങ്ങളുടെ സ്ക്വാഡ് പ്രവർത്തനത്തിലേക്ക് കൊടുത്തേക്കുന്ന മെറ്റീരിയൽ വായിച്ചു നോക്കണം അനുജ. എന്നിട്ട് വേണമായിരുന്നു ഈ ചോദ്യം ചോദിക്കാൻ. ഈ സ്റ്റുഡിയോ റൂമിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ച് രാഷ്ട്രീയം തീരുമാനിക്കുന്നത്. ഞങ്ങൾ വീടുകളിലേക്ക് എത്തിച്ചിരിക്കുന്ന UDF-ന്റെ കുറ്റപത്രിക, ആ കുറ്റപത്രിക നിങ്ങളെടുത്ത് വായിച്ചു നോക്കൂ. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് 9 വർഷത്തെ പിണറായി വിജയന്റെ ദുർഭരണത്തെ വിചാരണ ചെയ്യുന്ന കുറ്റപത്രമാണ് ഞങ്ങളുടെ 2ാമത്തെ സ്ക്വാഡ് വർക്കിൽ ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഞങ്ങൾ എവിടെയാ മറ്റു വിഷയങ്ങൾ ഞങ്ങൾ ഒരിടത്തൊരു വിഷയം കൊണ്ടിട്ടില്ല. പക്ഷേ അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ഈ റോഡിനെ കാലന്മാരാക്കിയ ഇന്നത്തെ ഭരണത്തിലെ കാലന്മാർ വിമർശിക്കുന്നവരെ കാലന്മാരാക്കാൻ നോക്കുന്ന കാലമല്ലേ? വിമർശിക്കുന്നവരെ കാലന്മാരാക്കാൻ നോക്കുക. അനിൽകുമാറിനോട് ഞാൻ ആദ്യം ചോദിച്ച ഏറ്റവും പ്രസക്തമായ ചോദ്യം അനുജ ഒന്ന് ചോദിക്കും. ഈ BJP-യുടെ സർക്കാരിന്റെ കീഴിൽ NHAI നടത്തിയ ഈ ഡിസൈൻ എന്തുകൊണ്ട് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളത് ഞാൻ അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ മറുപടിയിലേക്കാകും വരുന്നത്. ഒരു ഇടവേള എടുത്തതിന് ശേഷം നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെടുന്നില്ല? ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് അന്വേഷണം ആവശ്യപ്പെടാൻ പറ്റുമോ? അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, താങ്കൾ നേരത്തെ കൈ ഉയർത്തുന്നത് ഞാൻ കണ്ടു. താങ്കൾക്ക് മറുപടി പറയാം. കൂടാതെ ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ചോദ്യം തുടക്കത്തിലും അദ്ദേഹം ചോദിച്ചതാണ്, ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തുകൊണ്ടൊരു അന്വേഷണം വേണം എന്നത് സർക്കാർ ആവശ്യപ്പെടുന്നില്ല. ഒന്ന്, ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ നമുക്ക് കണക്കെടുക്കാം. ബഡ്ജറ്റിൽ കണക്കുണ്ട്, അല്ല സർക്കാരിൻ്റെ ചെലവ് കണക്കുണ്ട്. ഈ കണക്കൊന്ന് എഴുതി വെച്ചോണം. രാജു പി നായരോട് പറയുകയാണ്, 911 കോടി രൂപയാണ് 2011 മെയ് 15 തൊട്ട് 2016 മെയ് 15 വരെ ഉമ്മൻചാണ്ടിയുടെ 5 കൊല്ലം കേരള ഖജനാവിന് ചെലവായത്. പിണറായി വിജയൻ ഭരിച്ച 2016 മുതൽ അതേ 5 വർഷക്കാലം 2021 മെയ് 15 വരെ 35,154 കോടി ചിലവായി. അപ്പോൾ എത്ര ഇരട്ടിയായി? 9,000 കോടി രൂപയിൽ നിന്ന് 35,000 കോടി രൂപയിലേക്ക് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അത്രയും അധിക ചെലവ് വന്നു. ആ അധിക ചെലവ് വന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 18 മാസത്തെ കുടിശ്ശിക കൂടിയാണ്. വേണം ഉമ്മൻചാണ്ടിക്ക് ഒരു ഇളവ് കൊടുക്കാം. കാരണം ആന്റണി 24 മാസം കുടിശ്ശിക വരുത്തിയ ആളാണ്. അപ്പൊ ആന്റണിയെ പോലെ ദ്രോഹിച്ചില്ല കേരളത്തെ പെൻഷൻകാരെ. ഉമ്മൻചാണ്ടി 18 മാസേ. അല്ല, ഞാൻ പറയാം. ഇനി ഇതേ ഈ കണക്കൂടെ പിടിച്ചോ. ഇതുവരെ ഞാൻ ഈ ചർച്ച വെല്ലുവിളിക്കുകയാണ്. നമുക്ക് നിലമ്പൂർ ചന്തക്കുന്നിൽ വരാം നാളെ. സ്വരാജിന് കൊടുത്ത മറുപടി ഞാൻ പറയട്ടെ, മറുപടി ധവളപത്രത്തിലെ മറുപടി ഞാൻ നിങ്ങൾ പറയട്ടെ, നിങ്ങൾ പറയൂ. നിയമസഭയിലെ അല്ല, ഇതിന് മറുപടി പറയണ്ടേ? സമയമില്ല. 72,000 ഞാൻ പറയുന്ന കണക്കാണ്. ഒരു മാസം ഇപ്പൊ ഞാൻ പറയട്ടെ സാർ, ഒരു മാസം ഇപ്പൊ 800 കോടി രൂപ ഉണ്ടെങ്കിലേ കേരളത്തിൽ പെൻഷൻ കൊടുക്കാൻ പറ്റൂ. 900 കോടിക്ക് അടുത്ത് വേണം. 72,736 കോടി രൂപയാണ് ഇതേവരെ 9 കൊല്ലം കൊണ്ട് ഞങ്ങൾ ചെലവഴിച്ചത്. നിങ്ങളുടെ ചെലവ് 9,000 കോടി. ആരാണ് നാട്ടുകാർക്ക് കൂടുതൽ പൈസ കൊടുത്തത്? നാട്ടുകാർക്കറിയാം. അതിന്റെ ബാക്കി എന്തെങ്കിലും ആളുകളെ പറ്റിക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങൾ പറ്റിച്ചോളാം. ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങളത് 2000 ആക്കും. പറയട്ടെ, ഞാൻ പറയട്ടെ സാർ. ആ പെൻഷൻ 2011 വിലക്കയറ്റത്തിന്റെ പറ, ഇപ്പോൾ 2025 വിലക്കയറ്റം പറ. ഞാൻ പറയട്ടെ, രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനമല്ലേ? പക്ഷേ ശ്രീ രാജു പി നായർ ഇതിൽ ഈ കൈക്കൂലി എന്നൊരു പരാമർശം വന്നിരിക്കുന്നത് അത് പോസിറ്റീവായി തന്നെ അതിനെ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ കഴിയും? ഈ കണക്കൊക്കെ അവിടെ മാറ്റിവെക്കട്ടെ. KC വേണുഗോപാൽ കൈക്കൂലി എന്നൊരു വാക്കാണ് ഉപയോഗിച്ചത്. ഇത് 40,000-ഓളം ഗുണഭോക്താക്കൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ആ ആളുകൾക്ക് അത് ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ലേ രാജു പി നായർ? അത് കൃത്യമായി
ഒരു ബുദ്ധിമുട്ടുമില്ല. അവർക്ക് കിട്ടേണ്ട പണം സമയത്ത് കൊടുക്കാതെ വൈകിപ്പിച്ചതിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് അത് കൊണ്ടുപോയി കൊടുക്കുന്ന സംവിധാനം ഉൾപ്പെടെ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് ഇവിടെ ഇപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ടാണല്ലോ ഇവിടെ പറയേണ്ടുന്ന കാര്യം എന്താണ്? ഇവിടെ പറയേണ്ടുന്ന കാര്യം എന്താണ് രാജു പി നായർ? എല്ലായിടത്തും എല്ലാ കാലത്തും നിലമ്പൂരല്ലോ, കേരളം മുഴുവനായിട്ട് പറയുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ അനുജ, ഈ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ പെൻഷൻ മൗലികാവകാശമല്ല എന്ന് പറഞ്ഞ് സത്യവാങ്മൂലം കൊടുത്തത് ആരാ? അവരുടെ അവകാശമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ രാജ്യത്തെ സോഷ്യലിസം നടപ്പാക്കാൻ വേണ്ടി അവർക്ക് നമ്മുടെ വിഭവങ്ങളുടെ നീതിപൂർവമായ വിതരണത്തിന് വേണ്ടി കൊണ്ടുവന്ന പെൻഷൻ, ആ പെൻഷൻ കിട്ടുന്നത് മൗലികാവകാശമല്ല എന്ന് കൊടുത്ത സത്യവാങ്മൂലം കൊടുത്ത ആരാ കൊണ്ടേ കൊടുത്തത്? ഒരു ഹൈക്കോടതിയിൽ പെൻഷൻ സംബന്ധിച്ചൊരു കേസ് നടക്കുമ്പോ KSRTCക്ക് പൈസ കൊടുത്തില്ല. എന്താ അവിടെ ചെന്ന് പറഞ്ഞത്? പൊതുസംരംഭങ്ങളിലെ തൊഴിലാളികൾക്ക് പണം കൊടുക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയല്ല എന്ന് പറഞ്ഞവരല്ലേ ഇവർ? ഇതെന്ത് ഔദാര്യമാണ് കൊടുക്കുന്നത് നിങ്ങൾ? അതെ, നിങ്ങൾ 2 കൊല്ലം മുമ്പത്തെ കാസറ്റ് ഇട്ടുകൊണ്ടിരിക്കരുത് കേട്ടോ. കാരണം വെച്ചാൽ KSRTCയിൽ ഒരു മാസം ശമ്പളം കൊടുക്കേണ്ട തലേദിവസം ശമ്പളം കൊടുക്കാൻ തുടങ്ങി. നിങ്ങൾ പഴയ കാസറ്റ് ഓടിക്കരുത് കേട്ടോ. ഇനി ദേശീയപാത പിടിച്ചോ, ഇനി ദേശീയപാത പിടിച്ചോ. അടുത്ത ദേശീയപാതയ്ക്ക് എന്താ? ഈ ദേശീയപാതയ്ക്ക് കേന്ദ്ര സർക്കാർ പണം മുടക്കുന്നില്ല. ദേശീയപാത ചെയ്യുന്ന എന്താണ്? എത്ര കിലോമീറ്റർ ദേശീയപാത പണിയുന്നു അത്രയും കിലോമീറ്ററിന് ടോൾ പിരിക്കാൻ കമ്പനികൾക്ക് അവകാശം കൊടുക്കുന്നു. ഞാൻ പറയട്ടെ സാർ, എന്താ ദേശീയപാതയുടെ ഇവിടുത്തെ നിയമം? ദേശീയപാതയ്ക്ക് കേന്ദ്ര സർക്കാർ പണം മുടക്കുന്നില്ല. കമ്പനികളോട് പറഞ്ഞിരിക്കുന്നത് ഇത്രയും ദൂരം പണിത് തരിക, പണിത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോൾ പിരിക്കാം. ഇവിടെ കുരിയാട് കുഴപ്പമുണ്ടായി, അവിടെ വയഡക്റ്റ് വേണം. വയഡക്റ്റ് വന്നാൽ കമ്പനിക്കൊരു നഷ്ടം വരികയില്ല. കാരണം എന്താണ്? വയഡക്റ്റ് വന്നാൽ 1 കിലോമീറ്ററിന് 1 രൂപയുടെ സ്ഥാനത്ത് 10 രൂപ. അതാണ് ശ്രീ അനിൽകുമാർ ഇപ്പൊ ഈ വയഡക്റ്റ് വേണ്ടെടുത്തത് അല്ലാതെ ചെയ്യുന്നു, ഈ മണ്ണിന്റെ ഘടന പരിശോധിക്കാതെ അവിടെ റോഡ് നിർമ്മാണം നടത്തുന്നു. അപ്പോൾ ഇതിലൊക്കെ വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളൊരു അന്വേഷണം വേണമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല? അനുജ, ഒരു DPR ഇല്ല. അനുജ, ഇനി ചർച്ചയ്ക്ക് വിളിക്കരുത്. ഞാൻ നിങ്ങളോടൊപ്പം ചർച്ചയ്ക്കില്ല. കാരണം ഞാൻ ആ ചർച്ചയ്ക്കെല്ലാം മിണ്ടാതിരുന്ന് കേട്ടു. ഇല്ല, നിങ്ങൾക്ക് ഇവരെ നിയന്ത്രിക്കാൻ കഴിവില്ല. അതുകൊണ്ട് എന്നെ വിളിക്കരുത് ഈ പണിക്ക്. ഞാനില്ല ഇതിന്. ഞാൻ ഇത്ര നേരം മിണ്ടാതിരുന്നു ഞാൻ മണ്ടനായോ? എന്നിട്ട് ഞാൻ പറയുമ്പോഴെല്ലാം എല്ലാവരും ചർച്ചയ്ക്ക് പോവാണ്. നിങ്ങളും ആ വഴിക്ക് പോയി. എനിക്ക് മറുപടി പറയാം. ഞാൻ ചോദിക്കുകയാണ്, ഈ അന്വേഷണം എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്ത്? അതാണ് ഞാൻ പറയണത്. എന്താണ് ദേശീയപാത പണിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. PPP മോഡലാണ്. എന്താ മോഡല്? കേന്ദ്ര സർക്കാർ പണം കൊടുക്കുന്നില്ല. പിന്നെ എന്താ അന്വേഷണ? ആരോട് അന്വേഷിക്കാനാണ് പറയണത്? ദേശീയപാതയ്ക്ക് കേന്ദ്രം പണം മുടക്കുന്നില്ല. എന്നിട്ട് എന്താ പണിയുന്നത്? ഇത്രയും ദൂരം പണിത് തരുമ്പോൾ നിങ്ങൾക്ക് ടോൾ പിരിച്ചെടുക്കാം. ഇതല്ലേ വ്യവസ്ഥ? ആ കമ്പനി ഡിസൈൻ ഉണ്ടാക്കി, അത് ദേശീയപാത അതോറിറ്റി അംഗീകരിച്ചു. ഇപ്പോൾ അവിടെ മണ്ണിടിച്ചപ്പോൾ ആ ഡിസൈൻ മാറ്റണം. മാറ്റി. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വയഡക്റ്റ് വന്നു. വയഡക്റ്റ് വരുമ്പോൾ ടോള് കൂട്ടുമെന്നല്ലാതെ കമ്പനിക്ക് നഷ്ടമില്ലെന്ന്. ഇത് നമ്മൾ സാധാരണ ഒരു പാലത്തിന് ടെൻഡർ എടുത്ത് അതിന് പണം കൊടുത്ത് പണിയിപ്പിക്കുന്ന പോലെയല്ല PPP മോഡല്. അത് മനസ്സിലാക്കാതെ ഇവർ കുറേ ആളുകൾ വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ടിരിക്കാൻ നമ്മളെന്ത് ചെയ്യും? കേരളത്തിൻ്റെ താല്പര്യം ഇത്രേ ഉള്ളൂ. എന്താണ് താല്പര്യം? ഇത് വൃത്തിയായിട്ട് പണിയണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അല്ലല്ല PR ശിവശങ്കർ, താങ്കൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന് നാഷണൽ ഹൈവേക്ക് സെൻട്രൽ ഗവൺമെന്റ് രാജു ഒരു മിനിറ്റ്. അപ്പോ തെറ്റാണ്. അനിലിന്റെ കാര്യവും അനിൽ പറഞ്ഞ കാര്യവും തെറ്റാണ്. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. നിങ്ങൾ നോക്കൂ, എത്ര വിദഗ്ധമായിട്ടാണ് അനിൽ ചർച്ചയിൽ കാര്യങ്ങൾ മാറ്റിവെക്കുന്നത്. അല്ല, ഒരു മിനിറ്റ്. അനിൽ ഇത്രയും പറഞ്ഞില്ലേ? എനിക്ക് പറയാനുള്ള അവകാശം തരൂ. താങ്കൾ ഇത്ര NH ടെൻഡർ കൊടുക്കുന്നുണ്ട്, 40% കൊടുക്കുന്നുണ്ട്. അനില് ഇത്ര നേരം അനിൽ പറഞ്ഞില്ലേ? പറയൂ. അനിൽ പറഞ്ഞു കഴിഞ്ഞില്ല. അനിൽ പറഞ്ഞില്ലേ നാഷണൽ ഹൈവേ കൊടുക്കുന്നില്ലല്ലോ?
നാഷണൽ ഹൈവേക്ക് ഞാൻ പറഞ്ഞത് നാഷണൽ ഹൈവേ കഴിഞ്ഞില്ലല്ലോ. ഇത്തരത്തിലുള്ള കമ്പനിക്ക് ഞാൻ പണം പറഞ്ഞത് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞില്ലല്ലോ. പക്ഷെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ പറയുന്നത് കഴിഞ്ഞാലേ വാദം ബാക്കിയുള്ള പറയണ്ടേ? കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. പക്ഷെ അനിൽ പറഞ്ഞ അതിലും വലിയ നുണകൾ ഈ അനുജ, സംസ്ഥാനത്ത് ഇത് മലപ്പുറം തെറ്റാണ്. ജില്ല രൂപീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ തെറ്റാണ്. ഈ അനുജ, പറയുന്ന തെറ്റാണ്. എക്സ്ട്രീം പുവർട്ടി കുറയുന്നില്ല. തെറ്റാണ്, അനുജ. നിങ്ങൾ എക്സ്ട്രീം പുവർട്ടി എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ എക്സ്ട്രീം പുവർട്ടി റൂറലിൽ തെറ്റാണ്. 18.1 എന്നുള്ളത് 2% അർബൻ പുവർട്ടിയും കുറഞ്ഞു 1% അപ്പൊ നിങ്ങൾ പറയാണ് നിങ്ങളാണ് പുവർട്ടി കുറച്ചല്ലോ. ഇന്ത്യയിൽ എല്ലായിടത്തും പുവർട്ടി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിസിറ്റി കുറഞ്ഞത് കൂടംകുളത്തുനിന്നല്ലേ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത് 1600 മെഗാവാട്ട്. അതുപോലെ തന്നെ സോളാർ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ നിന്ന് 1200 മെഗാവാട്ട് കിട്ടുന്നില്ലേ. ഇതുകൊണ്ടല്ലേ ഇവിടെ പവർ കട്ട് ഇല്ലാത്തത്. ആശുപത്രിയിൽ മണമില്ലാന്ന്, ആശുപത്രിയിൽ മരുന്നേ ഇല്ല, ജനങ്ങളുമില്ല, പിന്നെ എങ്ങനെ മണം ഉണ്ടാവുന്നത്? കുടിവെള്ളം ഇല്ലാണ്ട് എത്ര ദിവസം കോഴിക്കോട് ആശുപത്രി പൂട്ടിയിട്ടു. ആശുപത്രിയിൽ മരുന്നില്ല, ജനങ്ങളില്ല, അതുകൊണ്ട് മരുന്നുമില്ല, അതിന്റെ മണവുമില്ല എന്നുള്ളതാണ് സത്യമെന്നാണ് ഞാൻ ഏതായാലും ഈ മനസ്സിലാക്കുന്നത്. വിഷയങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യും. ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. വളരെ നന്ദി രാജു പി നായർ, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, സജി മഞ്ഞക്കടമ്പിൽ, PR ശിവശങ്കർ ചർച്ചയിൽ പങ്കെടുത്തതിന്. എൻകൗണ്ടർ പ്രൈം അവസാനിക്കുന്നു. നമസ്കാരം.